ഓക്കെ, എന്നാ പ്രേയർ പാടാവേ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനെ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനെ. അനുദിനം അനുദിനം നിന്നിൽ അടുക്കുന്ന പാദങ്ങൾ നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ തൻ തെറ്റുകളെല്ലാം പൊറുത്തു നീ കാത്തുകൊള്ളേടണേ നീതിമാനെ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനെ, അടിയങ്ങൾ കേകണി തമ്പുരാനെ. Very good evening to all of you. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Okay. നിങ്ങളുടെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിപ്ലോമ നല്ലതായിരുന്നു മാം, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല മാം. എല്ലാവരുടെയും വൈവ എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, സോ നമുക്ക് നിങ്ങളുടെ 4th മോഡ്യൂളും 5th മോഡ്യൂളും ആണ് PGക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാ ടീച്ചേഴ്സും എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് അതിനുള്ളൊരു ടൈമേ ഉള്ളൂ. ഒട്ടും ടെൻഷൻ വേണ്ട. PG മറ്റ് പേപ്പറുകളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ക്വസ്റ്റ്യൻ അതുപോലെ മനസ്സിലാകുന്നതായിരിക്കും. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് നമ്മൾ എത്തും, നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ പോലും. അങ്ങനെ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നും എന്തായാലും വേണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് വരില്ല, ക്വസ്റ്റ്യൻ വരും. എന്തോ മോക്ക് ടെസ്റ്റ് വരുമോ? മോക്ക് ടെസ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇടാറ്. മോക്ക് ടെസ്റ്റ് അധികം തന്നിട്ടുണ്ടല്ലോ അല്ലെ? സാധാരണ തന്നെയേക്കാൾ എന്റെ സെഷനിൽ ഞാൻ കുറച്ചധികം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. കാരണം 5, 7, 10 എന്നൊക്കെ ഉള്ളതൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പറ്റിയ ലെസൺസിനൊക്കെ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഏതോ ഒരു ചാപ്റ്ററിന് മാത്രം 5 ക്വസ്റ്റ്യനോ മറ്റോ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം കൂടുതലുണ്ട് മാം. അതെ അതെ. പിന്നെ വായിക്കാൻ അത്ര സുഖമുള്ളതല്ലെങ്കിലും വായിച്ചാൽ നമുക്ക് ക്ലിയർ ആകുന്ന കുറെ ഏരിയകളാണ്. കുറെ ആവശ്യമില്ലാതെ കുറെ ഉണ്ട്, കുറെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേഷൻ, അത് ഓരോ ഏരിയയിലും എങ്ങനെയാണ്, പിന്നെ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സൂപ്പർവിഷന്റെ പ്രത്യേകതകൾ, ഇൻസ്പെക്ഷൻ എന്നുള്ളത് എന്തുകൊണ്ട് സൂപ്പർവിഷൻ മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇൻസ്പെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, അത് ഓരോ ടൈമിലും മാനേജ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് മോഡ്യൂൾ 4 വരുന്നത്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കുട്ടിയുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ സെറ്റിംഗ് എന്ന് പറയുന്നത് വീട് തന്നെയാണ്. പിന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ വീടും സ്കൂളും കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഒരു ലെവലില് കുട്ടികൾ പലപ്പോഴും ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ചില കുട്ടികൾ പാരന്റ്സ് ഓഫീസിലൊക്കെ പോയിട്ട് വരാൻ ലേറ്റ് ആകുമ്പോൾ അവര് ഡേ കെയറിൽ കെയർ പ്രൊവൈഡേഴ്സ് വേറെ ആയിരിക്കും, ഡേ കെയർ പോകും. ചില കുട്ടികൾ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ, എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ ട്യൂഷൻസിൽ പോകും. ചില കോച്ചിങ് എടുക്കും, സെപ്പറേറ്റ് പല വിഷയങ്ങളിലും കോച്ചിങ് എടുക്കും അല്ലെ. അങ്ങനെ ഒരു മൂന്നാമതൊരു സംവിധാനവും കൂടി ഉണ്ട് കുട്ടികളിൽ കണക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു മോഡ്യൂൾ 5 വന്നത് അല്ലെ.
ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്, ഫാമിലി ആ സ്കൂളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എങ്ങനെ പോകണം. നമ്മളിപ്പോ ഒരു സ്കൂളിൽ കൊണ്ടാക്കി ഫാമിലിയുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും സ്കൂളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ PT അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഇപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലെ 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്, പക്ഷെ അവരെ ആ പാരന്റ്സ് സ്കൂളിൽ വിടുന്നില്ല, അവർ വീട്ടിലിരുത്തി പഠിപ്പിക്കുവാണ്. ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്, അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ കുട്ടികൾ മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വേറെ കുറച്ച് വാല്യൂസ് ഉണ്ടാവും അല്ലെ. നമ്മൾ സൊസൈറ്റി ഓഫ് കൊഹിഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വാല്യൂസ് ചിലത്, ഓപ്പറേഷൻ, ഷെയറിങ്, അങ്ങനെയുള്ള രീതിയിൽ സിബ്ലിങ്സ് തമ്മിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളിൽ ചെല്ലുമ്പോൾ കിട്ടും. അപ്പൊ സ്കൂളിൽ നിന്ന് അങ്ങനെ കിട്ടുമ്പോൾ സിബ്ലിങ്സുമായിട്ട് ഉള്ള ആ ഒരു ബോണ്ട് കുറച്ചുകൂടെ വ്യത്യാസമാവും അല്ലെ. സ്കൂളിൽ അങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഷീ ഓർ ഹി ആരാണോ സിബ്ലിംഗ് ആയിട്ടുള്ളത് എന്റെ ആണ്, ഐ ഹാവ് ടു ഡു ദിസ് ഫോർ ദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീല്. അങ്ങനെ അവർ വിടുന്നത് പുതിയതായിട്ട് താമസിക്കാൻ വന്നപ്പോ നമുക്ക് അങ്ങനെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അറിയണത് അവർ വീട്ടിലിരുത്തിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വൺസ് ഇൻ എ വൈലൊക്കെ ഒരു ട്യൂഷൻ ടീച്ചർ വന്ന് എന്തൊക്കെയോ പഠിപ്പിച്ചിട്ട് പോകുന്നു. പക്ഷെ അതാണ് ശരിക്കും ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിൽ തന്നെ കുട്ടികൾ പോകണം അല്ലെ, ശരിയാണോ? നിങ്ങൾക്ക് തോന്നുന്നു? ഷുവറായിട്ടും മാം. ഇപ്പൊ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടുണ്ട്. ഈ അബ്രോഡ് കൺട്രിയിലൊക്കെ ഉണ്ടായിരുന്നേ എന്റെ കസിൻസ് ഒക്കെ അവരവിടെ നിൽക്കുന്നു, ഓൺലൈൻ ക്ലാസ് റൂം ആയിട്ട് കൊടുക്കുന്നു. അവർക്ക് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. പിള്ളേര് റൂം ഫാമിലിയുമായിട്ട് മാത്രമേ ഉള്ളൂ, പുറത്തോട്ടൊരു കണക്ഷനും ഉണ്ടായിരിക്കില്ല. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു വർഷം 1.5 വർഷം വന്നപ്പോ തന്നെ കുട്ടികൾക്കുണ്ടായ മാറ്റം നല്ല മാറ്റമൊന്നും ആയിരുന്നില്ല, നമ്മൾ കണ്ടതാണല്ലേ. സത്യം മാം, ആ സമയത്ത് LKG UKG പഠിച്ച കുട്ടികൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ ലെറ്റേഴ്സ് പോലും എഴുതാൻ അറിയില്ല. ആ ഒരു സമയത്ത് 10th പാസ്സായ കുട്ടികൾക്ക് ഭയങ്കര പെർസെന്റേജിലാണ് പരീക്ഷയ്ക്ക് കിട്ടിയത്, 80%. ആ കുട്ടികളെ ഞാൻ അവര് +1 +2 ആയപ്പോ ഇന്റർവെൻഷന് ചെന്നു. ഒരെണ്ണത്തിന് മര്യാദക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല, പക്ഷെ 10th 80% മുകളിലുള്ള മാർക്കും ഉണ്ട്. അതാണ് നല്ലൊരു ഇൻഫ്ലുവൻസ് അല്ല ശരിക്കും ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഉണ്ടായ ആ പിള്ളേരെല്ലാം അല്ലാതെ ഡിജിറ്റൽ വേൾഡിന്റെ ഒരു ഇൻഫ്ലുവൻസിലായി പോവുകയും ചെയ്തു. അവർക്ക് കിട്ടിപ്പോയി അങ്ങനത്തെ സാധനം, നമുക്ക് നിഷേധിക്കാനും പറ്റാതായി അങ്ങനത്തെ ഒരു അവസ്ഥ. ഓക്കെ, ഫസ്റ്റ് എഡ്യൂക്കേഷൻ. എനിക്ക് തോന്നുന്നു, അത് ഞാൻ പറയുന്നത് റൈറ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ ഈ അടുത്ത് ഞാൻ 2-3 ആക്ടേഴ്സൊക്കെ ചെറിയ കുട്ടികൾ അവർ പറയുന്നത് കേട്ടു. അവരും ഇങ്ങനെ സ്കൂൾ ബേസ് ആയിട്ട് പോയി പഠിച്ചിട്ടില്ല, പക്ഷേങ്കിൽ അവർ കുറേ ട്രാവൽ ചെയ്യും. എനിക്ക് തോന്നുന്നു മാം, നമ്മൾ ശരിയാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള അറിവ് നമുക്ക് വേണ്ടത് തന്നെയാണ്, പക്ഷേങ്കിൽ അതിനും അപ്പുറം നമുക്ക് പുറത്തുനിന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കിട്ടാണ്ട്. പക്ഷെ അത് നല്ലൊരു വേ ആണ് ഞാനും പറയില്ല, പക്ഷെ എന്തോ സംതിങ് എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് പഠിക്കാം. പിന്നെ കുറേ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, അവരാ ജീവിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ പഠിക്കാം. പിന്നെ അവർ കൃഷി ചെയ്യുന്നുണ്ട്, അപ്പൊ കൃഷിയിലൂടെ അങ്ങനെ അതും ഒരു ടൈപ്പ്. നമ്മൾ പണ്ട് പറയില്ലേ മാം, ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഗുരു ഒരിക്കലും നമ്മളെ ഒരു മാവിന്റെ ചോട്ടിലൊക്കെ ഇരുത്തി നമ്മൾ തല്ലി പഠിപ്പിക്കല്ലോ. അവര് ചിലപ്പം വിറകെടുക്കാൻ പോകുന്നുണ്ടാവും, പശുവിനെ മേയ്ക്കാൻ പോകുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലുള്ള എഡ്യൂക്കേഷനും ഒരു എഡ്യൂക്കേഷൻ ആണ്, പക്ഷെ അത് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതായിരിക്കും ചിലപ്പം കാര്യം. ഇപ്പം മാം പറഞ്ഞ പോലെ 2 കുട്ടികൾ വീട്ടിന്റെ അകത്ത് അടച്ചിട്ട് പഠിപ്പിക്കില്ല, അത് നല്ല ഇതല്ല. പക്ഷെ ചില ആൾക്കാര് ഇവര് ജോലിക്ക് പോണവരാ, അപ്പൊ ഈ കുട്ടികളെ എന്താ ചെയ്യണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവിടെ ഉള്ളത് 2 പട്ടിയും കുറച്ച് കോഴിയൊക്കെയാ. അപ്പൊ അത് പട്ടിക്കുട്ടിയെ നോക്കുന്നുണ്ട്, കോഴിയെ നോക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഈ കുട്ടികൾ എന്താ ചെയ്യണേന്ന് മാത്രം നമുക്കറിയും. അവര് പകല് ജോലിക്ക് പോകും. അത് ശരിയല്ല, അത് ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇട്ട് കുട്ടികളെ നായി മൃഗങ്ങളെയൊക്കെ പോലെ വളർത്തേണ്ടതല്ല. പക്ഷെ എനിക്കൊന്ന് ഇവര് സ്കൂളിൽ പോവാത്ത കുട്ടികള് ഇവരിങ്ങനെ അവരുടെ അച്ഛനും അമ്മയും അതേപോലെ റിലേറ്റഡ് എന്ത് പരിപാടിയാണ്, ഈ ട്രാവലേഴ്സ് ആണ്. അപ്പൊ അതേപോലെ ഓരോ സ്ഥലത്തും വണ്ടി കയറി ഇറങ്ങി ഓരോരോ നാട്ടിൽ നിന്ന്, ചിലപ്പോൾ മരത്തിന്റെ മുകളിലായിരിക്കും, ചിലപ്പം ഏതെങ്കിലും കാട്ടിലായിരിക്കും. പക്ഷെ അതും നല്ലതാണ്, നമ്മൾ നേച്ചറിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അതിന്ന് ഒരു എക്സ്പീരിയൻസ് വേറെയല്ലേ. അങ്ങനെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ അതൊരു സർട്ടിഫിക്കേഷൻ അവരിപ്പം പറയും, നമ്മളിപ്പോ കുറച്ച് പുരോഗമനവാദികൾ എന്നൊക്കെ പറയില്ലേ, ഈ നമ്മളെ കാസ്റ്റിന്റെ കോളത്തില് നിന്നിടാൻ താല്പര്യമുള്ള ആൾക്കാര്. നമ്മൾ ഇപ്പോഴും നമ്മളൊക്കെ പറയുകയാണെങ്കിൽ കൂടെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. എവിടെയും നമ്മൾ പിടിച്ചു നിർത്തുന്നുണ്ട് കുറെ കാര്യങ്ങള്, പക്ഷെ അവര് അതെല്ലാം ഒഴിവാക്കിയിട്ട് അതിലേക്ക് എത്തിപ്പോയി എന്നുള്ളതാണ്. ബോർഡ് എക്സാമിന്റെ രജിസ്റ്റർ ചെയ്ത് അവര് പോയി ബോർഡ് എക്സാം എഴുതുമായിരിക്കും. അപ്പൊ അങ്ങനെ
വീട്ടിലിരുത്തി ഇങ്ങനെ പഠിപ്പിക്കുകയായിരിക്കും. ഇത് വേറൊരു ഫാമിലിയുടെ കാര്യം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാട്ടോ പേപ്പറിൽ കണ്ടു. പക്ഷെ അവർക്ക് 5 കുട്ടികളുണ്ട്. ഈ 5 കുട്ടികളെയും അവർ വീട്ടിലിരുത്തിയാ പഠിപ്പിച്ചത്. അപ്പൊ അവിടെ നിന്ന് കുട്ടികളുടെ നമ്പർ കൂടുതലാണ്. പിന്നെ ഈ പറയുന്ന റീജ പറഞ്ഞ പോലെ വീട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കൃഷിയായിട്ടും ഫാമിങ് അങ്ങനെ പലതായിട്ടും ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികളെല്ലാം നല്ല മിടുക്കരായിട്ട് നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്ന 5 കുട്ടികൾ. അവരെ ഇങ്ങനെ എക്സാമിന്റെ ടൈം ആകുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് അവർ ബോർഡ് എക്സാം എഴുതിപ്പിക്കും. അങ്ങനെ പോയിട്ട് കുട്ടികളുടെ അത് ന്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പേപ്പറിൽ. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി നമുക്ക് ആ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ, ആ ഒരു കോപ്പറേഷൻ, ആ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചെല്ലേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് അത് വേറെയാണ് അല്ലെ. ഗ്രൂപ്പിലുള്ള ബിഹേവിയർ വേറെയാണ്. ഇത് 2 കുട്ടികളെ ആകെയുള്ളൂ. അതും ചെറിയൊരു മോനും ഇത്തിരി വലിയൊരു മോളും. അവര് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായാൽ അത് സോർട്ട് ഔട്ട് ആവണം. അതവര് അങ്ങനത്തെ കാര്യങ്ങൾ അവർ പഠിക്കുന്നത് സ്കൂളിൽ ഇതുപോലെ ചെല്ലുമ്പോഴാണ്. ആ ഒരു അഡാപ്റ്റേഷൻ വരുന്നത്. അവർക്ക് ആ ചെല്ലുന്ന സാഹചര്യം എന്താണോ അതുമായിട്ട് കോമ്പാറ്റബിൾ ആകാൻ പറ്റുന്നത് ഒരിക്കലും വീട്ടിൽ നിന്ന് മാത്രം കിട്ടുമോ എന്ന് അറിയില്ല. എനിവേ നോക്കാം. അതാ അവരുടെ അമ്മയാണെങ്കിൽ ഒരു കൗൺസിലറാണ്, ഫാമിലി കോർട്ടിലെ കൗൺസിലറാണ്. അച്ഛൻ ഫിലിം ഫീൽഡിലും മറ്റുമാണ്. എന്താണോ അവർക്ക് അങ്ങനെ ഒരു ഐഡിയ എന്നറിയില്ല. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റില് നിങ്ങൾക്ക് മാനേജ്മെന്റിന്റെ കാര്യങ്ങളായിരുന്നു ടീച്ചർ പറഞ്ഞു തന്നത് അല്ലെ. മാനേജ്മെന്റ് പല റോൾസിലാണ് മാനേജ്മെന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു ആർട്ടാണെന്നും ഒരു സയൻസ് ആണെന്നും ഒരു ഓർഗനൈസേഷൻ ആണെന്നും അതുപോലെ തന്നെ ഇറ്റ്സ് എ പേഴ്സൺ. സംടൈംസ് ഓൾ സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നത് ഒരു വ്യക്തിയായിരിക്കാം. ഒരു ക്ലാസ് റൂമിന്റെ മാനേജ്മെന്റ് ടീച്ചറാണ്. സോ ദാറ്റ് മീൻസ് മാനേജ്മെന്റ് ഒരു പേഴ്സണുമാണ്. പിന്നെ മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ, ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക. ഇറ്റ്സ് എ ഡിസിപ്ലിൻ. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് സോർട്ട് ഔട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. സോ ദാറ്റ് മീൻസ് അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. സോ മാനേജ്മെന്റിന് അങ്ങനെ പല ഫേസറ്റ്സ് ആണ്, പല മുഖങ്ങൾ എന്ന് പറയാം, പല റോൾസിലാണ് പോകുന്നത്. പിന്നെ അതിന്റെ ബേസിക് ഫങ്ഷൻസ് കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയായിരിക്കും, MBA അങ്ങനെയുള്ളവർക്കും അറിയായിരിക്കും. പിന്നെ +1 +2 കൊമേഴ്സിൽ വരുന്നവർക്കൊക്കെ അറിയായിരിക്കും ബേസിക് ഫങ്ഷൻസ്. എനിവേ നമ്മൾക്കും അതിന്റെ ബേസിക് ഫങ്ഷൻസ് അറിയാം. വീട്ടിലൊരു കല്യാണം വരുമ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കും അല്ലെ. ഒരാളുടെ സൈഡ് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി കൊണ്ടുവരും, അത് വേറൊരാൾ ചെയ്യും. ഫുഡിന്റെ ഒരാള്, ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലൊരു കൊച്ചു ഫംഗ്ഷൻ ആണെങ്കിലും വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ഡ്യൂട്ടീസ് ആയിട്ട് ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയും ഒരു മാനേജ്മെന്റ് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കമാൻഡിങ്, കൺട്രോളിങ്, ഇതൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് പറയുന്നത്. പിന്നെ ബേസിക് റോൾസ്, ഒരു മാനേജ്മെന്റിന്റെ ബേസിക് റോൾസ് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്റർപേഴ്സണൽ പറഞ്ഞു. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സിസ്റ്റത്തിനകത്തുള്ള ആളുകൾ, എംപ്ലോയീസ് ആകാം, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതാണ് ഇന്റർപേഴ്സണൽ. ആ ഒരു അതിനകത്ത് അവരുമായിട്ടുള്ള കോർഡിനേഷൻ, ഇന്ററാക്ഷൻ എല്ലാം ഇത് വരും. ഇൻഫർമേഷണൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വിവരങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുക, ഷെയർ ചെയ്യുക, അനലൈസ് ചെയ്യുക, അതാണ് ഇൻഫർമേഷണൽ മാനേജ്മെന്റിന്റെ ഒരു ബേസിക് റോളിൽ വരുന്ന ഒരു കാര്യം. ഡിസിഷൻ മേക്കിംഗ് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിന് വേണ്ട സ്കിൽ, ഒരു കാര്യം മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്, ചിലപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏരിയയിൽ ഉണ്ടായിരിക്കാം. ഓരോ സെഷൻ ഓരോരുത്തരായിരിക്കും മാനേജ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഓർഗനൈസേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് സ്കിൽസ് വേണ്ടത്. പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ തിയററ്റിക്കൽ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലപോലെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു പവർ ബേസ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ബേസ് ബിൽഡ് ചെയ്യുക. തിയററ്റിക്കൽ, കോംപ്ലക്സ് സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ തിയറി, പ്രിൻസിപ്പിൾസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയല്ലോ അത്. പിന്നെ ഇന്റർപേഴ്സണൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു മാനേജർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ അണ്ടറിൽ കുറെ എംപ്ലോയീസ് ഉണ്ട്, അവരുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഡയഗ്നോസ്റ്റിക്, പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് റെസ്പോൺസ് ആണ് എടുക്കേണ്ടത്, റിയാക്ഷൻ അല്ല റെസ്പോൺസ്, ശരിയായ രീതിയിലുള്ള ഒരു റെസ്പോൺസ്, ഒരു പ്രവൃത്തി അതിന് വരും. ലീഡർഷിപ്പ്, ഡെഫിനറ്റ്ലി ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനായിട്ട് പറ്റണം ഒരു ലീഡർക്ക്. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഏരിയയിലെ എക്സ്പേർട്ട് ആയിരിക്കണം.
എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അവർക്ക് ചിലപ്പോൾ അവരുടെ ഏരിയ അതല്ലെങ്കിൽ കൂടിയും അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ സ്കില്ലിനെ കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അവർ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയും. ഞാൻ എന്ത് പറയാൻ കാരണം, പണ്ട് കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണറായ നാഗരാജ് സാർ, അദ്ദേഹം ഇപ്പൊ ട്രിവാൻഡ്രത്ത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. നമ്മുടെ കേരളത്തിലെ വണ്ടികളുടെ എല്ലാത്തിന്റെയും മേൽനോട്ടം. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇപ്പൊ നമ്മളൊരു 10 പേര് ചെല്ലുവാന്ന് വിചാരിച്ചു. ഇദ്ദേഹം ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടും. അവരെന്താണ് ചെയ്യുന്നത്, ഈവെന്തോ സ്റ്റുഡന്റ് ആണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും ഏതെങ്കിലും ഫീൽഡ് വർക്ക് ചെയ്യുവാണെങ്കിലും ഏത് ഫീൽഡ് പറയുമ്പോഴും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം നമ്മോട് ചോദിച്ചു മനസ്സിലാക്കും. അപ്പൊ നമ്മൾക്ക് അതിനകത്ത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിനെ ഞാൻ കണ്ടത്. അപ്പൊ ആ ഒരു എക്സ്പേർട്ടായ ഒരാൾക്ക് മാത്രമേ അത് പറ്റൂ. കാരണം ഒരു ഇൻഹിബിഷനും ഇല്ല. എനിക്ക് ആ ഒരു ഫീൽഡിനെ കുറിച്ച് അദ്ദേഹം ധാരണയില്ലെങ്കിൽ അദ്ദേഹം വളരെ ഹമ്പിളായിട്ട് നമ്മളോട് ചോദിക്കും, എന്താണത്, അതിനെക്കുറിച്ച് ഒന്ന് അല്പം പറയാമോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള പലരും ഉണ്ട്. ഒരു മാനേജർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, പക്ഷെ അദ്ദേഹം അതിനകത്ത് അറിവ് സമ്പാദിച്ച് എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിനുണ്ടായിരിക്കും. നമ്മൾക്ക് വേണ്ടത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ്. ഇത്രയും ഞാൻ പറഞ്ഞത് മാനേജ്മെന്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഈ മാനേജ്മെന്റ് എന്നുള്ളത് എന്താണ്? നമുക്കറിയാം, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം, ഉദ്ദേശം നല്ല കുറെ ഗോൾ സെറ്റ് ചെയ്യും അല്ലെ. അത് അക്കാദമിക് സൈഡിലും ഉണ്ടാവും, നോൺ അക്കാദമിക് സൈഡിലും ഉണ്ടാവും. അപ്പൊ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് കുട്ടികളെ അതിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടുന്ന സപ്പോർട്ട്, ഗൈഡൻസ് കൊടുക്കുക. ഇറങ്ങുന്ന കുട്ടികൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അവർ ഈ സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സണും ആയിരിക്കും. മുന്നിൽ വരുന്ന ആളുകളെ അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റും. അവർ അഡാപ്റ്റഡും ആയിരിക്കും, പൊരുത്തപ്പെട്ടു പോകും. ഇന്ന് ഞാൻ എന്റെ തൊട്ട് നൈബർ ഒരാളെ കണ്ടു. 1 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് കേട്ടോ. അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരി എന്നെ പരിചയപ്പെടുത്തി, ഈ വീട്ടിലെയാണെന്ന് പറഞ്ഞു. ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വീടിനകത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ ചുരുക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറയുവാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറെ ആളുകളുമായിട്ട് സംസാരിക്കും. അപ്പം പുള്ളി ആദ്യമേ എന്താ പറയാ, ഒരു ജാമ്യം എടുത്തു. ജിഷ അങ്ങനെയാണെന്നല്ലോ പറയുന്നത്, ഇങ്ങനെ അങ്ങനെ ആയിപ്പോയി, അകത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൂടേ മാറും, ആളുകളെ കാണാൻ ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ ആള് പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ പല വിധത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നു. നമ്മൾ പൊരുത്തപ്പെടുവാണ്. എങ്ങനെയുള്ള ആള് വന്നാലും അയാളുമായിട്ട് സംസാരിച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റഡ് ആകുന്നു. നമ്മളത് പറയുന്നുണ്ടല്ലേ, ഒരു അഡാപ്റ്റേഷന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ വീടിനകത്തിരിക്കുമ്പോൾ ജസ്റ്റ് എന്റെ വേൾഡ് മാത്രം, ഓൺലൈനാണ്, കുറെ വീഡിയോസ് ഇല്ല, ചിലപ്പോൾ വീഡിയോ ഉണ്ടാവും, നിങ്ങളുടെ സംസാരം കേൾക്കും. പല ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ആളുകളാണ് വന്നിരിക്കുന്നത്, ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് വന്നിരിക്കുന്നത്, പല ഐഡിയോളജി ഉള്ളവരായിരിക്കും. അത് നമ്മൾ നേരിട്ടാവുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് നമ്മളങ്ങ് വൈഡ് ആകൂലെ, നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആകും. ഇപ്പൊ ക്ലോസ് അല്ലാന്നല്ല, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് ആളുകളെ അങ്ങോട്ട് മനസ്സിലാക്കാനും, യെസ് ഇങ്ങനെയും ഉണ്ട്, ഇങ്ങനെയും ഒരു കാര്യം അതിലുണ്ടല്ലോ, ഇങ്ങനെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ലിമിറ്റഡ് ആണ്. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അകത്തിരിക്കുമ്പോൾ നമുക്ക് ഈവൻ വിസിറ്റേഴ്സ് വരെ, എനിക്ക് പക്ഷെ ഇഷ്ടമാട്ടോ വിസിറ്റേഴ്സ് വരുന്നത്. വിസിറ്റേഴ്സ് വരെ വരുന്നത് ഇഷ്ടപ്പെടാതെ പോകും, നമ്മൾ വീടിനകത്ത് തന്നെ ആയി പോകും. അങ്ങനെ ഒരു പ്രശ്നം. ഞാൻ അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. മോന്റെ സ്കൂളിൽ പോകും, പിന്നെ അല്ലാതെ ഒരു സ്കൂളിൽ പോകും, പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓഫീസിലും ഇടയ്ക്കൊക്കെ പോകേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വരും. അതുകൊണ്ട് ഫുള്ളി വീട്ടിലാവാത്തത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ. ചില സമയത്ത് ഈ മൺഡേ ടു ഫ്രൈഡേ ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ശരിയാണ്, ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് ആയി പോകും. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ. അപ്പൊ അത് പറഞ്ഞത് ശരി തന്നെയാണ്, നമ്മൾ പുറത്തിറങ്ങണം എന്നാണ് പറയുന്നത്. നേച്ചർ ഇൻസ്പയർസ് അസ്. നമ്മളെങ്ങനെ, പ്രകൃതി നമ്മളെപ്പോഴും മാടി വിളിക്കുന്നു പറയണ പോലെ അത് നമ്മളെ ഇൻസ്പയർ ചെയ്തോണ്ടിരിക്കും. അതൊക്കെ ഇതിന്റെ ബേസ് തന്നെയാണ്. ആൾക്ക് മോണ്ടിസോറി മെത്തേഡ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്താന്ന് മനസ്സിലായില്ല. പക്ഷെ ഇതാണെന്ന് പറഞ്ഞു, ഇങ്ങനെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുവാണെന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു വന്നത് മുഴുവനും മോണ്ടിസോറി മെത്തേഡായിരുന്നു. അഡാപ്റ്റേഷൻ, നേച്ചറിലേക്ക് കണക്ട് ചെയ്യണം, എല്ലാം അദ്ദേഹം. അപ്പൊ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് ഈ ഒരു ടെൻഡൻസി, ആ ഒരു എക്സ്പ്ലറേഷൻ, ആ ഒരു ഇത്. എന്നാൽ മാത്രമാണ് നമ്മൾ കുറച്ചുകൂടെ വളരെ പ്ലസന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം ഇനി മെത്തേഡ് അറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞത് മുഴുവനും മോണ്ടിസോറി മെത്തേഡായിരുന്നു. അങ്ങനെ ഒരാളെ കണ്ടു സംസാരിക്കണ്ടേ.
ഓക്കെ, ഇപ്പം എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എയിം ചെയ്യുന്നത് നമ്മൾക്കറിയാം, ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഹെൻറി ഫയോണിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഡിവിഷൻ 14 പ്രിൻസിപ്പിൾസ് നിങ്ങൾക്കറിയാം. അതിലൊരു ഫ്രഞ്ച് ടേം വരുന്ന എസ്പ്രിറ്റ് ഡേ ഓപ്സ് എന്നുള്ളതുണ്ട് അല്ലെ. ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ്, സോളിഡാരിറ്റി, അതൊരു ഫ്രഞ്ച് വേർഡാണ്. ടീം വർക്ക്, ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ്, സോളിഡാരിറ്റി എന്നൊക്കെ ഒരു മീനിങ് വരുന്നതാണ്. പിന്നെ അതിനെ വീണ്ടും ഷോർട്ട് ഫോമിലേക്ക് എൻകാപ്സുലേറ്റഡ് ആക്കി, ഒരു ക്യാപ്സൂൾ ഫോമിലേക്ക് ആക്കി അതിനെ വീണ്ടും പ്ലാനിങ്, ഓർഗനൈസിങ്, ആ ഒരു രീതിയിൽ കുറെ സ്റ്റെപ്സ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ഡയറക്ടിങ്, കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ്, അങ്ങനെ 5 മെയിൻ ബേസിക് ഫങ്ഷൻസ് ആയിട്ട് വീണ്ടും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലും അതുപോലെ 5 മെയിൻ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. കാര്യം 14 പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് 5 മെയിൻ പോയിന്റ്സിലേക്ക് കൊണ്ടുപോകും. പ്ലാനിങ്, അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. ജസ്റ്റ് ഓരോന്നും എന്താണെന്നൊന്ന് പറഞ്ഞു പോവാം. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മളിപ്പോ ഒരു എയിം സെറ്റ് ചെയ്യുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിലേക്ക് ചെയ്യണം. ഒരു മാരേജ് ഇവന്റ് ആണ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിന് വേണ്ടുന്ന ഒരു പ്രോസസ്, ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള ഒരു പ്രോസസ്, അത് അച്ചീവ് ചെയ്യുന്നതിൽ ഒരു ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഓർഗനൈസിങ് അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. അതിനകത്ത് ഡിവിഷൻ ഓഫ് വർക്ക് വരൂലേ. ഇപ്പൊ മാരേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പൂക്കളുടെ സെഷൻ ഒരാൾക്ക് കൊടുക്കുന്നു, ഫുഡ് ഒരാള്, അല്ലെങ്കിൽ ഫുഡ് ചിലപ്പോൾ 2-3 പേർക്കായിട്ട് ചേർത്ത് ഗ്രൂപ്പായിട്ട് കൊടുക്കും. ഇച്ചിരി വലിയ ഫംഗ്ഷൻ ഒക്കെയാണ് കുറച്ചധികം വരും. ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നത്, വെൽക്കം ഡ്രിങ്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്റ്റേജ് അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ളത്. പിന്നെ എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ അത് എല്ലാത്തിനും ഉണ്ടല്ലോ, പാട്ട്, ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ രീതിയിൽ വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നതെല്ലാം ഓർഗനൈസേഷനിലാണ് വരുന്നത്. എല്ലാം വേർതിരിച്ച് ആ ഒരു ഡിസ്ക്രിമിനന്റ് ഫങ്ഷൻസ്, ആ എൻറ്റയർ വർക്കിനെ ഇങ്ങനെ വേർതിരിച്ചു കൊടുക്കുന്നു. ഓർക്കണം, നമ്മളിത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലാണ് ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്, എക്സാമിന്റെ ഡ്യൂട്ടി, പിന്നെ എന്താ പറയാ, അക്കാദമിക് പ്ലാനർ അത് ചെയ്യണം. പിന്നെ ആർട്സ്, അതിന് ഡ്യൂട്ടി കുറച്ച് ടീച്ചേഴ്സ്, സ്പോർട്സിന്റെ അങ്ങനെ ഇങ്ങനെ ഒരു അക്കാദമിക് ഇയർ തുടങ്ങുമ്പോഴേക്കും ആ ഒരു അക്കാദമിക് ഇയറിലെ കുറെ ഒബ്ജക്റ്റീവ്സ്, കുറെ എയിംസ്, കുറെ ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചിട്ട് വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഡയറക്റ്റിംഗ്, നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ ഓരോ വർക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളങ്ങ് മാനേജ് ചെയ്യുന്ന ആള് പോവാന്നുള്ളതല്ല, അവരെ ഗൈഡ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ആ ഒരു ഡയറക്ഷൻ അത് കൊടുക്കണം അല്ലെ. ഒരു ലീഡർഷിപ്പാണ് അതിനകത്ത് വരുന്നത്. നമ്മൾ കൂടെ ഉണ്ട്, യു ക്യാൻ ഡൂ ദിസ് എന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ ഒക്കെ അതിന്റെ ഒപ്പം അവരുടെ ഒപ്പം വരും. പിന്നെ കൺട്രോളിങ്, നമ്മളിപ്പോ ഒരു പ്ലാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിലേക്ക് ആ ഒബ്ജക്റ്റീവ്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം. അപ്പൊ അത് മെഷർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ലക്ഷ്യം ആവാറായിട്ടുണ്ട്, അപ്പൊ അതിന് കറക്റ്റ് ആ ഒബ്ജക്റ്റീവിലേക്ക് തന്നെയാണോ ഫോക്കസ് ചെയ്ത് പോകുന്നത്, അല്ലാണ്ട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കൺട്രോൾ, ആ ഒരു രീതിയിൽ. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുന്ന ആക്ഷൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വിടുക. ഇപ്പൊ പൂ വേണം, നല്ല പൂ കിട്ടുന്ന സ്ഥലമുണ്ട്, കുറഞ്ഞ വിലയിൽ കിട്ടുന്ന പൂക്കളും ഉണ്ട് മാരേജിനാണെങ്കിൽ. അപ്പൊ കുറഞ്ഞ വില നോക്കി പോയാൽ നമുക്ക് ചിലപ്പോൾ മോശം പൂ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുവാണെങ്കിൽ നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യുന്നു. വലിയൊരു ഫംഗ്ഷനാണ്, അപ്പൊ നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് തന്നെ കിട്ടണം എന്ന് വെച്ചിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ എന്തൊക്കെയാണോ അതിന് ഒരു കൺട്രോളിങ്. അത് പിന്നെ ഒരു ഇവാലുവേഷൻ, നമ്മൾ ഒരു എയിം സെറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയി പ്രോസസ് നടന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു അനാലിസിസ് നടക്കും അല്ലെ, ഒരു ഇവാലുവേഷൻ. അതിനെ ജസ്റ്റ് മെഷർ ചെയ്യുന്നു, അതിനൊന്ന് അസസ് ചെയ്യുന്നു, ആ അച്ചീവ്മെന്റ്, ആ ചെയ്തതിന്റെ നേട്ടം എന്താണ്. മാരേജ് കഴിയുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. സ്പോർട്സ് നടത്തി, സ്കൂളില് സ്പോർട്സ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഇത്ര അച്ചീവ്മെന്റ്സ് ഒക്കെ നടത്തി, നമ്മൾ ഉദ്ദേശിച്ച ഒരു എയിമിലേക്ക് എത്തിയോ, അതിലുണ്ടായോ എല്ലാ കാര്യങ്ങളും, ചില ബഡ്ജറ്റും എല്ലാം അതിനകത്ത് ആ ഒരു അനാലിസിസ് ഇവാലുവേഷനിൽ വരും. പിന്നെ ഫീഡ്ബാക്ക്, കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരുന്നു, അടുത്ത വർഷം കുറച്ചുകൂടെ മികച്ചതാക്കാം. അല്ലെങ്കിൽ ചിലപ്പോ കുട്ടികൾക്ക് എന്താ പറയാ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഇടയ്ക്ക് ഒരു സ്നാക്സ് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത് ചിലത് കുട്ടികൾ മുഴുവൻ കഴിച്ചില്ല, അപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് നെക്സ്റ്റ് വീക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ഫീഡ്ബാക്കും ഇവാലുവേഷൻ ഒക്കെ വരും. പിന്നെ അപ്രൈസൽ, നമുക്ക് ഏതൊരു വർക്കും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രൈസൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ. നമ്മൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മനസ്സും അത് കിട്ടുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും അല്ലെ, അതാണ് അപ്രൈസൽ. മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ നമ്മൾ പറയും പോസിറ്റീവ് ആയുള്ള കാര്യങ്ങൾ അവർക്ക് പറയാം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പതുക്കെ പറയാം. സൂപ്പർവിഷനിൽ അതാണ് അല്ലെ, സൂപ്പർവിഷനിൽ ആ ഒരു ടീച്ചർക്ക് ഒരു കുറവുണ്ടെന്ന് സൂപ്പർവൈസർ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യല്ല ചെയ്യുന്നത്, ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നു ആ ഒരു വീക്ക്നെസ് ഓവർകം ചെയ്യാനും ടീച്ചറുടെ സ്ട്രെങ്ത് കൂട്ടാനും ആയിട്ട് ചെയ്യും. മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഫോക്കസ് ഓൺ എന്താ പറയാ മോഡ്യൂൾ മോക്ക് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യാം. വേറെ പിന്നെ ഞാൻ ഈ പറയുന്ന റിവിഷൻ ക്ലാസ് ഒന്ന് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ എപ്പോഴും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്യേണ്ടത് ഒരു ഡൈനാമിക് എൻവയോൺമെന്റ് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂവ്മെന്റ് ഉള്ളത്, ആക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ്. ചുമ്മാ സ്റ്റേബിൾ ആയിട്ടുള്ളത്, അതായത് ഒരു ആക്ടിവിറ്റി ഇല്ല ചുമ്മാ അങ്ങനെ പോകുന്നു അതല്ല. ഒരു ഡൈനാമിക് ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചെയ്യുന്നത്, മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ലക്ഷ്യം വെച്ചു അതിലേക്ക് നമ്മൾ എത്തുന്നു, ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് പ്ലാൻ ചെയ്തു പോകുന്നു. വർക്ക് ഡിവൈഡ് ചെയ്യുന്നതും അതായത് ഓർഗനൈസിങ്, പിന്നെ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഡയറക്ഷൻസ്, പിന്നെ കൺട്രോളിങ്, എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ഇവാലുവേഷൻ, അത് നടന്നു കഴിഞ്ഞു സക്സസ്ഫുൾ ആയി, അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് മോർ സക്സസ് ആക്കാൻ നെക്സ്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു നമ്മൾ ഓൾറെഡി കൺട്രോളിങ്ങിൽ കുറവുകളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്താണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. ഇനി അഡ്മിനിസ്ട്രേഷൻ അതെന്താണ് ചെയ്യുന്നത്, പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ ഡിറക്ഷൻ, ആ ഒരു ആക്ഷൻ ഏതെല്ലാം രീതിയിൽ പോകണം, സൂപ്പർവിഷൻ, ആ ഒരു വർക്കിനെ സൂപ്പർവൈസ് ചെയ്യും, പിന്നെ വർക്ക് എങ്ങനെ ചെയ്യണം അതിന് വേണ്ടുന്ന മെത്തേഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അഡ്വൈസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അതിനുള്ളൊരു വാക്കായിട്ട്. പിന്നെ വർക്ക് എഫിഷ്യൻസി, അതിന് വേണ്ടുന്ന മോട്ടിവേഷൻസ്, സ്റ്റിമുലേഷൻ, ട്രിഗറിങ് കൊടുക്കുന്നു. നെക്സ്റ്റ് ന്യൂ ഏരിയാസ്, ന്യൂ വിസ്റ്റാസ്, ന്യൂ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നു. നമ്മൾ കാലഹരണപ്പെട്ടതിൽ തന്നെ കിടക്കാതെ പഴയ മെത്തേഡ് തന്നെ വരാതെ പുതിയ പുതിയ മെത്തേഡ്സ് എടുക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്പ്ലോറേഷൻ. ലീഡിങ്, ലീഡേഴ്സ് പ്രോഗ്രാംസ്, ആ ഒരു ലീഡേഴ്സ് പ്രോഗ്രാംസ്. അസിസ്റ്റൻസ്, ഒരു ഫീഡ്ബാക്ക് എടുക്കുക, എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യുക, നെക്സ്റ്റ് ടൈമിൽ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ കുറച്ചൊരു അപ്ഡേഷൻ വന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്സ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ സിമ്പിൾ ലാംഗ്വേജിലൊക്കെ അതിന്റെ ഒരു വർക്കിലാണ് ഞാനിപ്പോ. അതാണ് പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ വല്ല വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല. ഒരു സബ്ജക്റ്റ് അങ്ങനെ അതാക്കി കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ പ്രൊവൈഡ് QR കോഡ്. നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഗ്രേഡഡ് ആകുന്നത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ബാച്ച് കഴിയുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അപ്ഗ്രഡേഷൻ, എല്ലായിടത്തും അങ്ങനെയുണ്ടല്ലോ. പിന്നെ നമ്മൾ റെക്കോർഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ളവർ വാങ്ങിച്ചാൽ മതി, അല്ലാത്തവർക്ക് പുറത്തുനിന്ന് വാങ്ങാം എന്നുള്ള രീതിയാണ്. അപ്പോൾ ആദ്യത്തെ 4 റെക്കോർഡിലും ചെയ്യേണ്ട ആക്ടിവിറ്റീസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ചില QR കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പിക്ചേഴ്സ് കിട്ടും, വീഡിയോസ് കിട്ടും, അതായത് എങ്ങനെയാണ് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ 5ാമത്തെ റെക്കോർഡ് ഓൾറെഡി നിങ്ങൾ കോപ്പി ചെയ്യുവാണല്ലേ, അപ്പൊ അത് ഫുൾ പ്രിന്റ് ആയിട്ട്, അപ്പൊ അതിന്റെ വർക്ക് ഇന്ന് എനിക്ക് കഴിഞ്ഞതേ ഉള്ളൂ. ലൈക്ക് ആ റെക്കോർഡ് കുറച്ചുകൂടെ ബെറ്റർ ആക്കി, സിമ്പിൾ ആക്കി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കാണും, ഒരിക്കലും അതെല്ലാം കറക്റ്റ് ചെയ്ത് അതും കറക്റ്റ് ആക്കി. അപ്പൊ അത് പ്രിന്റഡ് ഫോമിൽ കുട്ടികൾക്ക് കിട്ടും.
ഇനിയുള്ള ബാച്ചുകൾക്ക് ഒരു 18 തുടങ്ങിയുള്ള ബാച്ചുകൾക്കാണ് 20 ബാച്ച് വരെ എത്തി. അപ്പൊ അതും നിങ്ങൾക്ക് QR കോഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരാം കേട്ടോ. അപ്പൊ പുതിയ പുതിയ മെറ്റീരിയൽസ് ഇനി വരുവാണെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ പിക്ചേഴ്സും കാര്യങ്ങളും അതിനകത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ കുറച്ച്. അപ്പൊ നമ്മൾ ഈ അപ്ഡേഷൻ, എക്സ്പ്ലോറേഷൻ, ന്യൂ ഐഡിയാസ് വരുന്നു. ലീഡിങ് പലപ്പോഴും പല പ്രോഗ്രാംസിന്റെ അതിന്റെ ലീഡ് ചെയ്യുക, അസിസ്റ്റൻസ്, പിന്നെ ഫീഡ്ബാക്ക് അഡോപ്റ്റ് ചെയ്യുക, ഡയഗ്നൈസ് ചെയ്യുക, വീക്ക്നെസ് ചെയ്യുക, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. സൂപ്പർവിഷൻ നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നുണ്ട്. ഗോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ റെക്കഗ്നേഷൻ. സ്മാർട്ട് സിറ്റിക്ക് അവാർഡ് കിട്ടിയിട്ടോ, നിങ്ങൾ അറിഞ്ഞിരുന്നു? അതിന്റെ അവാർഡ് സെറിമണി 20th സ്കിൽ ഡെവലപ്മെന്റിന്റെ അങ്ങനെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 20ാം തീയതി സാറും മാമും ഒക്കെ അവാർഡ് വാങ്ങാനായിട്ട് പോകുന്നു പറഞ്ഞിട്ട് ഒരു പ്രൗഡ് ഫീൽ ആണ്. ഇത്രയുമാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. മാം, അപ്പൊ ദ സ്കൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ? എന്തോ ദ സ്കൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അതെനിക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ല. ഐ എം നോട്ട് ഷുവർ. ടീച്ചർ എന്താണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ലല്ലോ. ഞാനായിരുന്നു സാധാരണ 2 ബാച്ചിന് എടുത്തത് ഈ പോർഷൻസ് ഒക്കെ. ആ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അത് കുറച്ച് ഭാഗമല്ലേ വായിച്ചു. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 2 എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അക്കാദമിക് ഏരിയയിൽ എങ്ങനെയാണ്. അക്കാദമിക് ഏരിയ അതായത് സ്റ്റുഡൻസുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അപ്പോൾ അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോൾ അല്ലെ, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് വരും, സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അക്കാദമിക് റിലേറ്റഡ് കാര്യങ്ങള്, കരിക്കുലം, പിന്നെ ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ്. ടീച്ചേഴ്സ് ആണല്ലോ സ്റ്റുഡൻസിന് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലേണിംഗ് പ്രോസസ് ഇതെല്ലാം ഏതൊരു സ്കൂളിന്റെയും ബാക്ക് ബോൺ ആണ്. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അക്കാദമിക് ഏരിയയിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇത് വളരെ ക്രൂഷ്യൽ ആണ്. പലപ്പോഴും സ്കൂൾ അക്കാദമിക് ഏരിയയിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്. പറയട്ടിരുന്നത് ക്രൂഷ്യൽ എന്നാണ്. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ്. ഈ ക്ലാസ് റൂം മാനേജ്മെന്റില് നമ്മൾ പറഞ്ഞ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ അല്ലെ, ഗ്രൂപ്പ് കൊഹീഷൻ, അതുപോലെ തന്നെ പേഴ്സണൽ ഇന്റഗ്രിറ്റി, ആ ഒരു സോഷ്യലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും, അങ്ങനെ കുറെ വാല്യൂസ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ക്ലാസ് റൂമിൽ നിന്ന് തന്നെ. പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഷാർപ്പൻ ചെയ്യുവാണ്, ഷേപ്പ് ചെയ്യുവാണ്, അയാളുടെ ബിഹേവിയറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുവാണ്. ഇതൊക്കെയാണ് അതിന് വരുന്നത്. ടീച്ചർ ടോട്ട് റിലേഷൻഷിപ്പ് ഓർ ഇന്ററാക്ഷൻ, അതാണ് ഈ ക്ലാസ് റൂമിൽ നടക്കുന്ന, ഒരു ക്ലാസ് റൂമിൽ വരുന്ന ഒരു സിസ്റ്റം ഓഫ് ആക്ഷൻസും ആക്ടിവിറ്റീസും ഒരു ലേണിംഗ് പ്രോസസ്. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. കീ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന 5 പേര്, അവരുടെ ആ 5 കീ ഫാക്ടേഴ്സിന്റെയും ഓരോന്നിന്റെയും കാര്യങ്ങൾ എന്ന് പറയും. ഇനി അപ്രോച്ചസ് ടു ക്ലാസ് റൂം മാനേജ്മെന്റ്, ഹെർബേർഷ്യൻ അപ്രോച്ച്. ഓരോ ആളുകൾ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ അറിയപ്പെടും പലതും. ഹെർബേർഷ്യൻ അപ്രോച്ച് അതൊരു ഓൾഡ് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. 5 സ്റ്റെപ്സ് ഉണ്ട്: preparation, presentation, comparison, obstruction and generalization. ഇതിനകത്ത് ടീച്ചറെ ഫോക്കസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ. അതായത് കണ്ടന്റ് സെന്റേർഡ്, കണ്ടന്റ് അത് ടീച്ചറാണ്. ടീച്ചർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ, ടീച്ചറാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ക്ലാസ് റൂം ആക്ടിവിറ്റി മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ടീച്ചർ. സ്റ്റുഡൻസ് ആണ് അവിടുത്തെ ലിസണേഴ്സ്. സ്റ്റുഡൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ഇന്ററാക്ഷൻ അവിടെ കുറയും. അപ്പൊ എന്താ, പലപ്പോഴും ഒരു മെമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ടീച്ചർ പറയുന്നു ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം, എല്ലാം ടീച്ചറാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ഒരു ഹെർബേർഷ്യൻ അപ്രോച്ചിന്റെ കാര്യം. ഹെർബേർഷ്യൻ അപ്രോച്ചിലെ 5 സ്റ്റെപ്സ് എന്താന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതൊരു ടീച്ചർ സെന്റേർഡ് ആണ്, അതതിനകത്ത് വരും. പിന്നെ ഇതൊരു തോട്ട്ലെസ് ടീച്ചിങ്, ഇത് അറിയപ്പെടുന്ന ഒരു തോട്ട്ലെസ് ടീച്ചിങ് ആണ്. പിള്ളേർക്ക് ചുമ്മാ എന്തൊക്കെയോ കാണാതെ പഠിക്കും. അതാണ് പണ്ട് കാലത്തെ ഒരു രീതി എന്ന് പറയുന്നത്. കാണാതെ എന്തൊക്കെയോ ഇങ്ങനെ പഠിച്ചു വയ്ക്കും. അതങ്ങനെ തോട്ട്ലെസ് ടീച്ചിങ്, അവർ ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നില്ല, അതാണ് അത് പറയുന്നത്. നെക്സ്റ്റ് ഇവാലുവേഷൻ അപ്രോച്ച്. 3 സ്റ്റെപ്സ് ആണ്. ഹെർബേർഷ്യനിൽ നമ്മൾ 5 സ്റ്റെപ്സിന്റെ കാര്യം പറഞ്ഞു അല്ലെ, 5 സ്റ്റെപ്സ് പറഞ്ഞു. ഇതിന് ഇവാലുവേഷന് 3 സ്റ്റെപ്സ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, ഈ സ്റ്റെപ്സ് ഏതൊക്കെയാണ് അങ്ങനെയുള്ളത്.
സ്റ്റുഡൻസിന് ലേണിംഗ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുക. കുറച്ചുകൂടെ ബെറ്ററായി ഇവാലുവേഷൻ അപ്രോച്ച് വന്നപ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്ററായി. അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലും അവർക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന രീതി. ഇവിടെ ഒബ്ജക്റ്റീവ് സെന്റേർഡ് ആണ്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് പ്രയോറിറ്റി ഉണ്ട്. കുട്ടികൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും. നെക്സ്റ്റ് മാനേജിങ് ടീച്ചിങ് ലേണിംഗ്. അവിടെ 4 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് 1 5 സ്റ്റെപ്സ് ആയിരുന്നു, രണ്ടാമത്തേല് 3 സ്റ്റെപ്പായി. മാനേജിങ് ടീച്ചിങ് ലേണിംഗിൽ 4 സ്റ്റെപ്സ് വന്നു. ഇവിടെ ടീച്ചറാണ് ഒരു മാനേജറുടെ റോള്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ടീച്ചർ തന്നെയാണ്. ഒരു മോഡേൺ തിയറി, ഒരു ഹ്യൂമൻ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് അങ്ങനെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റ് മാനേജർ ടീച്ചറാണ്, എല്ലാം കൺട്രോൾ ചെയ്യുന്നു. പിന്നെ അപ്പൊ ആ ഒരു ടീച്ചറുടെ രീതിക്ക് അനുസരിച്ച് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പ്രൈമറി ക്ലാസ്സസ് തുടങ്ങി ഹയർ സ്റ്റേജിൽ വരെ ഇത് ക്ലാസ് റൂം മാനേജ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആണ്. നെക്സ്റ്റ് ഓർഗനൈസിങ് ടീച്ചിങ്. ഇവിടെ കുറച്ചുകൂടെ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, പിന്നെ അതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റീവ് ലെവൽ. അങ്ങനെ 3 ലെവലിലാണ് ഓർഗനൈസിങ് ടീച്ചിങ് പോകുന്നത്. ഇവിടെയും മെമ്മറി ലെവൽ എന്ന് പറയുമ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നത് ടീച്ചർ തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് ടീച്ചർക്കും കുട്ടികൾക്കും റോൾസ് ഉണ്ട്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരാണ് ഫീഡ്ബാക്ക് പറയുന്നത്, അവരാണ് അഭിപ്രായം പറയുന്നത്, അവരുടെ റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പൊ അവിടെ കണ്ടോ, ഫസ്റ്റ് ലെവലിൽ ടീച്ചറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ലെവലിൽ 2 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്, തേർഡ് ലെവൽ വന്നപ്പോൾ കുട്ടികൾ ഡോമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നിന്ന് ഓർഗനൈസിങ് ടീച്ചിങ്. പലപ്പോഴും കുട്ടികളെ ക്ലാസ് ലീഡ് ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് ഒക്കെ ഇപ്പൊ നിങ്ങളൊക്കെ ക്ലാസ് ലീഡ് ചെയ്യാൻ തുടങ്ങിയില്ലേ, അവർ സെമിനാർ എടുക്കുന്നു, ക്ലാസ്സിനെ കൊണ്ടുപോകുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ അവിടെ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ നെക്സ്റ്റ് മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്. ഇതിൽ ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യുന്നു. ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ടീച്ചിങ് മോഡൽസ്, ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ പലപ്പോഴും മോണ്ടിസോറി മെത്തേഡിൽ അതാണ് അല്ലെ, മോഡൽസ്, മെറ്റീരിയൽസ്, ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് ടൂൾസ് എല്ലാം ഉപയോഗിക്കുന്നു. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ മോഡൽസ് വരുമ്പോൾ, പുതിയ പുതിയ മെറ്റീരിയൽസ് വരുമ്പോൾ. ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് 3 സ്റ്റേജസിലൂടെയാണ് ഒരു ക്ലാസ് റൂമിന്റെ ആക്ടിവിറ്റീസ് പോകുന്നത്. ഒന്ന് പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്. പ്രീ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. ഓക്കെ. ഇന്ററാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴുള്ള പല കാര്യങ്ങൾ, മാനേജ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഇനി പോസ്റ്റ് ആക്ടിവിറ്റി സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ക്ലാസ്സിന് ശേഷം വരുന്ന പല കാര്യങ്ങളും. നെക്സ്റ്റ്, ക്ലാസ് റൂമിന്റെ ഡയമെൻഷൻസ് 4 ഡയമെൻഷൻസ് ഉണ്ടാവും. ഫിസിക്കൽ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ്സിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അവിടെ ആവശ്യം ലൈറ്റ് കിട്ടുന്നുണ്ടോ, കാറ്റ് കിട്ടുന്നുണ്ടോ, ബ്ലാക്ക് ബോർഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ബോർഡ് ഫെസിലിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കൽ ഡയമെൻഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂമാണ്. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ, ടീച്ചർ ആൻഡ് ടോട്ട് റിലേഷൻ, ടോട്ട് എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ, സ്റ്റുഡൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ബന്ധം, കുട്ടികൾ തമ്മിലുള്ള ബന്ധം, പിന്നെ ടീച്ചറും പ്രിൻസിപ്പൽ അതിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള റിലേഷൻ, ടീച്ചേഴ്സ് തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം സോഷ്യൽ ആൻഡ് സോഷ്യലൈസ് ചെയ്യുന്നത്, സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷനിൽ വരും. സൈക്കോളജിക്കൽ ഡയമെൻഷൻസ്. നെക്സ്റ്റ്, അവിടെ ടീച്ചറുടെ മോട്ടിവേഷൻസ് വേണം, ട്രിഗറിങ് വേണം, ടീച്ചർ സ്റ്റിമുലേറ്റ് ചെയ്യണം കുട്ടികളെ, നിന്നെ കൊണ്ട് ഇത് പറ്റും, ഗോ അഹെഡ്, യു ക്യാൻ ഡു ദിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നോൺ വെർബലി ചില ആക്ഷൻസിലൂടെ നമുക്ക് പറയാം, നമുക്ക് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം, അല്ലെ വെർബലി നമുക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യിക്കാം, പ്രൈസിൽ കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ് സൈക്കോളജിക്കൽ ഡയമെൻഷൻസിൽ വരുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ അടുത്താണ് എത്തിക്കൽ കൺസിഡറേഷൻ ഓർ വാല്യൂ ഡയമെൻഷൻ.
മാനേജറിനേക്കാളും മുകളിൽ ഒരു പടി മുകളിലുള്ള റോളായിരിക്കണം ടീച്ചർ ചെയ്യേണ്ടത്. ടീച്ചർ ക്ലാസ്സിന്റെ ലീഡർ ആയിരിക്കണം, കുട്ടികൾക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരാളായിരിക്കണം, റോൾ മോഡൽ ആയിരിക്കണം. കാരണം ടീച്ചറിൽ നിന്ന് പല വാല്യൂസും കുട്ടികൾക്ക് കിട്ടും, പല എത്തിക്സ്, അവരുടെ വാല്യൂ ഒക്കെ ഡെവലപ്പ് ആകുന്ന ഒരു ടീച്ചറിൽ നിന്നാണ്. ആ ഒരു ടീച്ചർക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റണം സ്റ്റുഡൻസിന്റെ ബിഹേവിയർ. ഒരു ടീച്ചറെ പോലെ തന്നെ തോന്നും, ടീച്ചറെ പോലെ തന്നെ ആക്റ്റീവ് ആക്ഷൻസ് ഉണ്ടായിരിക്കണം, പക്ഷെ കുട്ടികളോടുള്ള ആ ഒരു ബോണ്ടിങ്ങും അതെല്ലാം വരണം. ക്ലാസ് റൂമിന്റെ കോഡ് ആൻഡ് കോണ്ടാക്ട്. ഇപ്പൊ ഒരു ടീച്ചർ ഈവൻ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ പോലും സ്കൂളിന്റെ ഏതെങ്കിലും പരിധിയിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്നത് കുട്ടികൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അത് ഒരു റോങ് മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കും അല്ലെ. അത് ടീച്ചറുടെ വായിൽ നിന്നും ഒരു നല്ലതല്ലാത്തൊരു വാക്ക് വരുന്നത് അതും ഒരു റോങ്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഹ്യൂമൻ റിലേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് പലപ്പോഴും സ്കൂളിനകത്തുള്ളതും പുറത്തുള്ള ആളുകളുമായിട്ട്, കുട്ടികളുടെ പാരന്റ്സും അങ്ങനെ. അപ്പൊ ഒരു ക്ലാസിന്റെ ലീഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണ് അല്ലെ. ടീച്ചറാണ് ആ ക്ലാസ് മാനേജ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത് എല്ലാം. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ 4 ഡയമെൻഷൻസ് നിങ്ങൾ നോക്കുക. പിന്നെ റിഫ്ലക്റ്റീവ് ലെവലില് ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞേ? ചിൽഡ്രൻസ്. ടീച്ചറും കുട്ടിയും, കുട്ടികളും തമ്മിലുള്ള ബന്ധം, അതൊക്കെ വായിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ക്ലാസ് റൂമിലെ ടീച്ചർ എങ്ങനെയായിരിക്കണം? ടീച്ചർ ഒരു ഫിലോസഫർ ആയിരിക്കും, ഒരു ഗൈഡ് ആയിരിക്കും, ഒരു റിസർച്ചർ ആയിരിക്കും, മാനേജർ ആയിരിക്കും, ലീഡർ, അങ്ങനെ കുറെ റോൾസ് ആണ് ഒരു ടീച്ചർക്ക് വരുന്നത്. പിന്നെ നമുക്ക് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഇവാലുവേഷൻ, നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം, ആ രീതിയിൽ ചെയ്യാം. പല രീതിയിലുള്ള ഇന്ററാക്റ്റീവ് സ്റ്റെപ്സ് എടുക്കാം. വെർബൽ ഇന്ററാക്ഷനും നോൺ വെർബൽ ഇന്ററാക്ഷൻസും എല്ലാം നടക്കും. നിങ്ങൾ ക്ലാസ്സിൽ വല്ല നോൺ വെർബൽ ഇന്ററാക്ഷൻ നടത്തിയിട്ടുണ്ടോ കുട്ടികളുമായിട്ട്? രണ്ട് കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിംഗർ ഓൺ ലിപ്സ് കാണിക്കുമ്പോൾ തന്നെ അവർ മിണ്ടാണ്ട് നിൽക്കുന്നില്ലേ മാം? പിന്നെ നമ്മൾ പലപ്പോഴും സ്മൈൽ ചെയ്യുമ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് സ്പൈക്കാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാംസ്, അത് ഓൾറെഡി സൂപ്പർവിഷനിൽ നമ്മൾ വരുന്നുണ്ട്. സ്റ്റാഫ് ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാം ടീച്ചറിനെ നമ്മൾ അപ്ഡേറ്റ് മുന്നോട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. പിന്നെ പുതിയ ടീച്ചർ വരുമ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, പല പല പുതിയതായ ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാവും. അതൊക്കെ നമ്മൾ സൂപ്പർവിഷനിൽ ഇനി വരുന്ന കാര്യമാണ്. ടീച്ചറുടെ ബിഹേവിയർ, നമ്മൾ പറഞ്ഞു ടീച്ചർ ഒരു റോൾ മോഡൽ ആയിരിക്കണം. കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് എന്തെല്ലാം ഉണ്ട്, പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് വരുന്ന ഇമോഷൻസ് ആണെങ്കിലും ഫീലിങ്സും അത് ആക്സെപ്റ്റ് ചെയ്യണം. അവരെ എൻകറേജ് ചെയ്യണം. അവരുടെ ഐഡിയാസിനെ ആക്സെപ്റ്റ് ചെയ്യണം. അത് യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ യൂസ് ചെയ്യണം. കുട്ടി പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് വെറുതെ കളയുമല്ല ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള ഡയറക്ഷൻസ് അവർക്ക് കൊടുക്കാം. കുട്ടികളുടെ റെസ്പോൺസിനെ വാല്യൂ ചെയ്യണം. അങ്ങനെ കുട്ടികളായിട്ട് ലീഡ് ചെയ്യണം പല കാര്യങ്ങളും. അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എല്ലാം അതിനവരെ പ്രൊമോട്ട് ചെയ്യണം. ചില ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരിക്കും. അവർക്ക് ക്ലാസ്സിന്റെ പല കാര്യങ്ങൾ ലീഡ് ചെയ്യാനും പലതും ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അഥവാ പേടിപ്പിച്ച് കുട്ടികളെ ഇങ്ങനെ അങ്ങനെ നിർത്തുന്ന ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവർ ആരും ഇവരുടെ ഉള്ളിലുള്ളതൊന്നും പുറത്തേക്ക് പറയാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് പലപ്പോഴും ടീച്ചേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണോ അതിനനുസരിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 ഏരിയാസിലാണ് വരുന്നത്. പ്രൊഡക്ഷൻ, അഷ്വറിംഗ്, പബ്ലിക് യൂസ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ബഡ്ജറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം അങ്ങനെ 5 ഏരിയാസ് എഡ്യൂക്കേഷൻ ഫീൽഡ് വരും. നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് പ്രോസസ് തന്നെയാണ് അല്ലെ. ആ ആക്ടിവിറ്റി ഓഫ് വർക്ക് അതിനെ ശരിയായ രീതിയിൽ സെറ്റപ്പ് ചെയ്യുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേഷനിൽ വരും. പിന്നെ ബഡ്ജറ്റ്, നമ്മൾക്കൊരു സ്പോർട്സ് നടത്തണം, അതിന്റെ ബഡ്ജറ്റ്, എക്സാം നടത്തണം, എക്സാമിന് ചിലവുള്ളതാണ് അല്ലെ, പേപ്പർ
അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. അത് പിന്നെ ഇപ്പൊ ബോർഡ് എക്സാംസ് ആണെങ്കിൽ ബോർഡിലേക്ക് അതിന്റെ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ പല ഫിനാൻസ്, അക്കൗണ്ടിങ്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ്, അതിനകത്ത് കുട്ടികൾ വരുന്നു, ഓരോ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ വരുന്നു, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം, സിലബസ് എന്താ പറയാ അപ്ഡേറ്റ് ചെയ്യണം, പിന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ്, ആ ഒരു സ്കൂളിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ഫാൻ, ലൈറ്റ്, പിന്നെ സ്പോർട്സ് ഏരിയയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതുപോലെ പർച്ചേസ് ചെയ്യണം, അതെല്ലാം രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതെല്ലാമാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ദിവസം തോന്നിക്കെടുത്തത് വളരെ നന്നായിട്ട് തന്നെ ടീച്ചർ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഡിസിപ്ലിൻ, ഇതെല്ലാം ഇതിൽ വരും. കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ ടീച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്, സ്കൂളിന്റെ എൻവയോൺമെന്റ് എങ്ങനെ പ്ലസന്റ് ആക്കി വെക്കണം. പിന്നെ ചില സ്കൂളുകള് സെൽഫ് ഫൈനാൻസിങ് ഉണ്ടാവും, ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാവും, ഗവൺമെന്റ് എയ്ഡഡ് അങ്ങനെ പോകും, മാനേജ്മെന്റ് അങ്ങനെയുള്ളത് ഉണ്ടാവും. അങ്ങനെ ഓരോ സ്കൂളുകൾക്കനുസരിച്ച് അടുത്ത് വരുന്ന ആക്ടിവിറ്റീസ്. പിന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു പ്രാക്ടിക്കൽ മെഷർ, അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാഫ് കൗൺസിൽ, സ്റ്റാഫിന്റെ മീറ്റിംഗ് വെക്കാറുണ്ട്. സ്റ്റുഡൻസുമായിട്ട് ചേർന്നിട്ട് ചില ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മീറ്റിംഗ് വെക്കാറുണ്ട്. പിന്നെ സ്പെഷ്യൽ കമ്മിറ്റി സ്റ്റുഡൻസിൽ തന്നെ ഫോം ചെയ്യും. ഇപ്പൊ മാഗസീൻ ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റി, സ്പോർട്സിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, മലയാളം ക്ലബിന്റെ ഒരു കമ്മിറ്റി, സയൻസ് ക്ലബിന്റെ കമ്മിറ്റി, മാത്സ് ക്ലബ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി, പിന്നെ ആർട്സിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി. അങ്ങനെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നും എക്സ്പേർട്ട്, അതിൽ നല്ല ടാലന്റ് ഉള്ള കുട്ടികളെ അവരെ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള, പിന്നെ ചില സോഷ്യൽ സർവീസ് അങ്ങനെയൊക്കെ സ്കൂൾ നടത്തുവാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു സ്ക്വാഡ് പോലെ ഫോം ചെയ്യുന്നു. NSS, പിന്നെ റെഡ് ക്രോസ്, സ്കൗട്ട്, ഗൈഡ്, SPC അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സ്കൂളിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സ് എന്തൊക്കെ സൂക്ഷിക്കാം? അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിക്കാം, കുട്ടികളുടെ ഉണ്ടാവും, സ്റ്റാഫിന്റെ ഉണ്ടാവും അറ്റൻഡൻസ് രജിസ്റ്റർ. പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ഉണ്ടാകും. അങ്ങനെയുള്ള കുറെ റെക്കോർഡ്സ്. പിന്നെ ലൈബ്രറിയിലെ ബുക്സിന്റെ റെക്കോർഡ്സ്, സ്പോർട്സിന്റെ ഒരു ഇതുണ്ടെങ്കിൽ അതിന്റെ ഇഷ്യൂ ചെയ്യുന്ന സാധനങ്ങളുടെ റെക്കോർഡ്സ്, അങ്ങനെ പല സ്റ്റോക്ക് രജിസ്റ്റേഴ്സും അങ്ങനത്തെ. സ്കൂൾ ഇങ്ങനെ റെക്കോർഡ്സ് ഓരോന്നിനും ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ശരിക്കും ആ സ്കൂളിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിൽ. ഈ റെക്കോർഡ്സിന് വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ അത് പാരന്റിനെ ഇൻഫോം ചെയ്യാം. ഇപ്പൊ കണ്ടിന്യൂസ്ലി കുറച്ച് ദിവസം അടുപ്പിച്ച് ആബ്സെന്റ് ആവുകയാണെങ്കിൽ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്ത് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. വിസിറ്റേഴ്സിന്റെ ഒരു ബുക്ക് ഉണ്ടാകും, അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു രജിസ്റ്റർ, അങ്ങനെ ഓരോ ട്രാൻസ്ഫർ വാങ്ങിച്ച് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ രജിസ്റ്റേഴ്സിന്റെ കാര്യം, പേരുമൊക്കെയാണ്. കലണ്ടർ, സ്കൂളിന്റെ ഒരു അക്കാദമിക് കലണ്ടർ ഉണ്ടാവും. അതെല്ലാം അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ രജിസ്റ്ററിൽ അവർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം. ക്യാഷ് ബുക്ക് ഉണ്ടാവും, മണി ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട്. പിന്നെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ആ സ്റ്റോക്കിലുള്ള അത് സ്റ്റോക്കിൽ നിന്ന് എടുത്ത സാധനങ്ങളുടെ ഇൻവേർഡ് ഔട്ട്വേർഡ് അതൊക്കെ ഉണ്ടാവും. കാര്യങ്ങളാണല്ലേ. ട്വന്റി ക്വസ്റ്റ്യൻസ് ആണെന്നാണ് ഓർമ്മ എന്റെ സൈഡിൽ നിന്ന്. യെസ്, 3 ചാപ്റ്ററും കൂടി 20 ക്വസ്റ്റ്യൻസ് അല്ലേ മാം? യെസ്, 20 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. യെസ്, 20 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചേഴ്സ്. SWOT അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഓരോ വേർഡും SWOT എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം SWOT അനാലിസിസിൽ. പിന്നെ SWOT അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. SWOT അനാലിസിസ്
ക്വസ്റ്റ്യനെയറിലൂടെ സോട്ട് അനാലിസിസ് ചെയ്യാം. ഒബ്സർവേഷനിലൂടെ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഒരു ഷീറ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഫില്ല് ചെയ്ത് സോട്ട് അനാലിസിസ് ചെയ്യാം. അങ്ങനെ ഡിസ്കഷനിലൂടെ ചെയ്യാം, അങ്ങനെ പല രീതിയിലും. പിന്നെ ഓപ്പൺ ഡിസ്കഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഒരു ടോപ്പിക് കൊടുത്ത് അത് ഡിസ്കസ് ചെയ്ത് പിന്നെ ആ രീതിയിൽ അങ്ങനെയെല്ലാം പല രീതിയിലും സോട്ട് അനാലിസിസ്, ഇന്റർവ്യൂ മോഡൽ, ആ രീതിയിലെല്ലാം ചെയ്യും. ഏതെല്ലാം രീതിയിൽ സോട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും അത് നിങ്ങളൊന്ന് നോക്കി വെച്ചു. സോട്ട് അനാലിസിസിൽ മെയിൻ ആയിട്ട് ആ ഒരു കാര്യങ്ങളിൽ ആ ലെറ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ്, അത് ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നത്, എന്ത് ഉദ്ദേശിച്ചിട്ടാണ് SWOT എന്ന് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെയാണ് അതിൽ വരുന്നത്. O ആണെങ്കിലും S ആണെങ്കിലും T ആണെങ്കിലും W ആണെങ്കിലും അതെല്ലാം എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്തെല്ലാം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോട്ട് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പൺ ഡിസ്കഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, അങ്ങനെ പല രീതിയിലും. പിന്നെ അതില് നമ്മള് സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, കോളേജ് അക്കാദമിക് സെൽ എന്നൊക്കെ പറഞ്ഞു. സ്കൂളിന്റെ പ്രോഗ്രാംസ്, ഓരോ കാര്യങ്ങളും പോകുന്നതിനെ കൂടുതൽ നന്നാക്കാൻ എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. PTA ഒരു റോള് ഒക്കെ അതിൽ വരുന്നുണ്ട്. PTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇംപ്രൂവ് ആക്കാനുള്ളതാണ് PTA അല്ലെ. അല്ലാതെ ടീച്ചേഴ്സിനെ പ്രഷറൈസ് ചെയ്യാനോ അങ്ങനെ ഉള്ളതൊന്നുമല്ല. ടീച്ചേഴ്സിന്റെ കാര്യങ്ങളിലൊന്നും കയറി ഇടപെടുക അങ്ങനെയുള്ളതല്ല. PTA ഉദ്ദേശം കുട്ടികളെ കൂടുതൽ നല്ല രീതിയിൽ അവരെ ആക്കിയെടുക്കാനായിട്ട് ആണ് PTA ഒരു ഒബ്ജക്റ്റീവ് അല്ലെ. നല്ല കുട്ടികളുടെ വെൽഫെയർ, അതാണ് PTA ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞ ഒരു നീതി, ഒരു ഫെയർനെസ്, എല്ലാവർക്കും ഒരു ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ഒരേപോലെ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വലി ബാലൻസ്ഡ്, അതാണ് ഇക്വാലിറ്റി വരുന്നത്. അതിന് രണ്ടിന്റെയും ഇമ്പോർട്ടൻസ് നോക്കണം. അപ്പൊ എന്താണ് ഇക്വിറ്റി, എന്താണ് ഇക്വാലിറ്റി? ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ജസ്റ്റിസ്, ആ ഒരു നീതി, അതിന്റെ ഒരു നോഷനാണ്, ഒരു ബിലീഫ്, ഒരു ഒപ്പീനിയൻ എന്നുള്ളത്. അതാണ് എല്ലാവരും എന്ത് കാസ്റ്റ് ആയാലും എന്ത് റിലീജിയൻ ആയാലും എല്ലാവർക്കും ഒരേ രീതിയിൽ എന്നുള്ളതാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, ഫുള്ളസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ ദി സ്റ്റുഡൻസ്. പിന്നെ ടൈം മാനേജ്മെന്റ്, നമുക്കൊരു സ്കൂളിലെ ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യം എന്താണ്, അതാണ് ടൈം മാനേജ്മെന്റ് വരുന്നത്. അതിനെപ്പറ്റി ഷോർട്ട് ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐസക് പിറ്റ്മാൻ വളരെ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. വെൽ അറേഞ്ച്ഡ് ടൈം ഇസ് ദി ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ടൈമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു ഇൻഫർമേഷനെ മനസ്സിലാക്കി എടുക്കുക, അതാണ് ഷോർട്ട് ഹാൻഡ്. ഐസക് പിറ്റ്മാൻ ആണ്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പബ്ലിഷർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് സ്കൂളില് ഒരു ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ് ഏതാണ്? ടൈം ടേബിൾ അല്ലെ. ടൈം മാനേജ്മെന്റിൽ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഐസക് പിറ്റ്മാൻ ആരാന്നും അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റും ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസും. പിന്നെ ഇക്വിറ്റി, ഇക്വാലിറ്റി, അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. നെക്സ്റ്റ് പിന്നെ സീസ് ഒന്ന് എന്താണ്? സജസ്റ്റിംഗ്, ക്രിട്ടിക് ആൻഡ് ഓൾട്ടർനേറ്റീവ്സ്. അത് ജസ്റ്റ് ആ ഒരു കമ്പാരിസൺ അന്ന് ടൈം കിട്ടിയൊന്ന് നോക്കിക്കോളൂ. അതിനകത്ത് വലിയ അങ്ങനെ ക്വസ്റ്റ്യനിങ് ഒന്നും വരില്ല. നെക്സ്റ്റ് സൂപ്പർവിഷൻ ആണ് കേട്ടോ. സൂപ്പർവിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈക്വൽ ആയിട്ട് പോകണമല്ലോ. ഈ 3 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഈക്വൽ ആയിട്ട് പോകണം. സൂപ്പർവിഷനിൽ മെയിൻ ആയിട്ടും 19th സെഞ്ചുറിയിലെ സൂപ്പർവിഷൻ എന്തായിരുന്നു? 3 കാര്യങ്ങളായിരുന്നു 19th സെഞ്ചുറിയിലെ സൂപ്പർവിഷൻ. എന്തൊക്കെയായിരുന്നു? 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. അതോറിറ്റേറ്റീവ്, ഓട്ടോക്രാറ്റിക്, ഇല്ലോജിക്കൽ. അതായിരുന്നു 19th സെഞ്ചുറിയിൽ വന്നിരുന്ന സൂപ്പർവിഷന്റെ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർവിഷൻ ശരിക്കും എന്താ ചെയ്യുന്നത്? ആരുടെ ജോലി ഈസി ആക്കുവാണ്, ബെറ്റർ ആക്കുവാണ് ചെയ്യുന്നത്? കുറെ പേര് സൂപ്പർവിഷന് കുറെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ. സൂപ്പർവിഷൻ ഒരു ഇന്റർവെൻഷൻ ആണ്, ശരിക്കും പറഞ്ഞ ഒരു ഇടപെടൽ ആണല്ലേ, ശരിയായൊരു ഇടപെടൽ. അതാണ് പിന്നെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. പിന്നെ സൂപ്പർവൈസർ ഇവാലുവേറ്റ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു.
ഇനി സൂപ്പർവിഷന്റെ പർപ്പസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ആ ആൾക്കാരൊക്കെ ഇമ്പോർട്ടന്റ് ആണ് മാം. കുറെ ആൾക്കാരില്ലേ? ഞാൻ ആരുടെയും പേര് വെച്ചൊന്നും ചോദിച്ചിട്ടില്ല. കാരണം നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യൂണിറ്റ് ആണ് സൂപ്പർവിഷൻ. നിങ്ങൾക്കിപ്പോ ഒരു സൂപ്പർവിഷനെ കുറിച്ചുള്ള ഒരു ബുക്ക് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയെന്നെ. സൂപ്പർവിഷൻ എന്താണ് പലരുടെയും ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ. ഒരു യൂണിറ്റിനാവുമ്പോൾ നമ്മൾ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇങ്ങനെ ഒരു പറഞ്ഞ ഒബ്സർവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിക്കുക. അതേസമയം ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ഒരു സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ അതൊക്കെ വന്നേനെ, ഇമ്പോർട്ടന്റ്. അങ്ങനെയാണ് ശരിക്കും എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സബ്ജക്റ്റ് അല്ല, ഒറ്റ പേപ്പർ, ഒരു ചാപ്റ്റർ ആണ്. കൂടി വന്നാൽ 2, 3, 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. അങ്ങനെ ഒരു 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 10 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ ഇതാണെങ്കിൽ 2 ക്വസ്റ്റ്യനും 3 ക്വസ്റ്റ്യനും മാക്സിമം അതിൽ നിന്ന് വരാൻ പറ്റുള്ളൂ. ഇതിപ്പം എനിക്ക് 20 ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാൻ ഒന്ന് ഈക്വലി 3 ചാപ്റ്ററും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് മാത്രം. ബേസിക് പ്രിൻസിപ്പിൾസ് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോയാൽ മതി. 7 C's. ഏതോ ഒരു ബാച്ചിന് ഞാൻ സക്സസ്ഫുൾ സൂപ്പർവിഷന്റെ just pick out one of the 7 C from successful supervision അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു ബാച്ചിനെ ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തില്ല. പിന്നെ അവർക്കും അങ്ങനെ കൊടുത്തില്ല. നമുക്കതറിയാം, 7 C അറിയാം അല്ലെ? കോൺവെർസേഷൻ, പിന്നെ കൊഹേസീവ്നെസ്, ആ ഒരു ബോണ്ടിങ് എല്ലാം കൂടി ഒരുമിച്ചായിരിക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം, കോംപ്രിഹെൻസീവ് ആയിരിക്കണം, എല്ലാം ഇൻക്ലൂഡഡ് ആ ഒരു രീതിയിൽ വരണം. ക്രിയേറ്റീവ് ആയിരിക്കണം. 6th one, critical and constructively. പിന്നെ ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. നെക്സ്റ്റ് വൺ അത് പറഞ്ഞു. ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ, അത് നിങ്ങൾ ഓരോ ടൈപ്പിന്റെയും പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈവൻ കറക്റ്റീവ് സൂപ്പർവിഷൻ, അതിന് പറയുന്ന വേറൊരു പേര് എന്താണ്? എന്താ? ഫോൾട്ട് ഫൈൻഡിങ്. ഓക്കെ, ഫോൾട്ട് ഫൈൻഡിങ്. കറക്റ്റീവ് സൂപ്പർവിഷന് പറയുന്ന ഒരു പേര് ഫോൾട്ട് ഫൈൻഡിങ്. പിന്നെ പ്രിവെന്റീവ് സൂപ്പർവിഷന്റെ പ്രത്യേകതകൾ നമുക്ക് പറയാം. ടീച്ചേഴ്സിന്റെ കോൺഫിഡൻസ് ബിൽഡിംഗ് അത് കൂട്ടുന്നു ശരിക്കും സൂപ്പർവിഷൻ. പ്രിവെന്റീവില് ആ ടീച്ചേഴ്സിന്റെ കോൺഫിഡൻസ് ബിൽഡിംഗ് കൂട്ടുക. പിന്നെ കൊയേഴ്സീവ് സൂപ്പർവിഷൻ, ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? മീൻസ് അധികാരം. അതായത് നമ്മുടെ ഓൾഡ് ഇതുമായിട്ട് കണക്റ്റഡ് ആ. ചില എഡ്യൂക്കേഷനിലൊന്നും അങ്ങനെ കാണാറില്ല. ചില ചെറിയ ചെറിയ ജോലിയിടങ്ങളിലൊക്കെ അത് കാണാറുണ്ട്. ഭയങ്കരമായ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഭയങ്കരമായിട്ട് ഓർഡർ ഇടുക, ഡോമിനേറ്റ് ചെയ്യുക. അപ്പൊ അതൊരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. സൂപ്പർവൈസർ ഫോഴ്സിബിൾ ആയിട്ടാണ് പലപ്പോഴും ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ക്രിയേറ്റീവ് സൂപ്പർവിഷന്റെ പ്രത്യേകത എന്താ? ടീച്ചേഴ്സിന്റെ ടേസ്റ്റ്. അവർക്ക് മോർ ക്രിയേറ്റീവ് ആകാനുള്ള ഒരു അവസരം ഉണ്ടല്ലേ. അവർക്ക് സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം. കൂടുതലായിട്ട് അവർക്ക് പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാം, അവരുടെ ഓൺ സ്കിൽസ്. ആണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ക്ലിനിക്കൽ സൂപ്പർവിഷൻ അത് മെഡിക്കൽ ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന് 5 സ്റ്റേജസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഒരു സക്സസ്ഫുൾ സൂപ്പർവിഷൻ നടക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ശരിക്കും? ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, എമ്പതി ഉണ്ടായിരിക്കണം. ക്രിട്ടിസൈസ് പാടുണ്ടോ സക്സസീവ് സൂപ്പർവിഷന്? ഓർഡർ ചെയ്യാൻ പാടുണ്ട്? ഇല്ല മാം. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ? യെസ് മാം. ഇപ്പൊ മോഡേൺ സൂപ്പർവിഷൻ ആണ്, നമുക്കറിയാം വളരെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് സമാധാനമുണ്ട്. സൂപ്പർവൈസർ നമ്മളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കറക്റ്റ് ചെയ്യാനും നമ്മളുടെ സ്ട്രെങ്ത്തിനെ കൂടുതൽ ഡെവലപ്പ് ആക്കാനും വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമുക്ക് അപ്രൈസിൽ തരും, നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു മോഡേൺ സൂപ്പർവിഷനിലെ സൂപ്പർവൈസേഴ്സിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? അക്കാദമിക് ലീഡേഴ്സ്. Yes, academic leaders.
പിന്നെ സൂപ്പർവിഷൻ, ഇപ്പൊ മെഡിക്കൽ ക്ലിനിക്കൽ സൂപ്പർവിഷൻ, ഞാൻ ക്ലിനിക്കൽ സൂപ്പർവിഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എഡ്യൂക്കേഷണൽ സൈഡിൽ ഇത് അധികം യൂസ് ചെയ്യുന്നില്ല. ഇത് കൂടുതലും മെഡിക്കൽ സൈഡിലാണ് യൂസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ സൈഡിൽ നമുക്ക് പ്രിവെന്റീവ് സൂപ്പർവിഷൻ, ക്രിയേറ്റീവ് സൂപ്പർവിഷനും പിന്നെ ഫസ്റ്റ് വൺ പറഞ്ഞില്ലേ കറക്റ്റീവ് സൂപ്പർവിഷൻ, ഈ മെത്തേഡ്സ് ആണ് കൂടുതൽ പോകുന്നത്. ക്ലിനിക്കൽ സൂപ്പർവിഷൻ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തില്ല. അതുകൊണ്ട് ആ 5 സ്റ്റേജസ് ഒന്നും ഞാൻ അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും വായിക്കാം. നിങ്ങൾ ജോബ് ചെയ്യുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഫോളോ ദാറ്റ്. എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഒക്കെ വേണ്ടതുകൊണ്ട് പലപ്പോഴും പലതിനും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം. ശരിക്കും എനിക്ക് സൂപ്പർവിഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് തരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ നിന്നാണ് തോന്നുന്നു ഞാൻ കൂടുതൽ ഇട്ടത്. പിന്നെ അശ്വതി മിസ് അല്ലേ ഇൻസ്പെക്ഷൻ എടുത്തത്, ടീച്ചർ നന്നായി തന്നെ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്പെക്ഷന്റെ ആ ഒരു കുറവുകൾ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് സൂപ്പർവിഷൻ വന്നത്. ഇപ്പൊ എന്റെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇൻസ്പെക്ടർ ആയിരുന്നു, സൂപ്പർവൈസർ എന്നുള്ളതായിട്ടുണ്ടായില്ലായിരുന്നു. ഇൻസ്പെക്ടർ വരുന്നു എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് ഒക്കെ നെട്ടോട്ട് ഓടുന്നത് കാണാം. ഞങ്ങൾ കുറെ പേരെ നല്ല രീതിയിൽ കൊണ്ട് മുന്നിൽ കൊണ്ടിരുത്തും, കുറെ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ പഠിപ്പിച്ചു തരും. അതൊക്കെയായിരുന്നു ഇൻസ്പെക്ഷനിൽ വന്നത്. ഇൻസ്പെക്ഷൻ ലാസ്റ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷനിൽ ഒരു പാരഗ്രാഫ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ടീച്ചർ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടേക്കണേ എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ടീച്ചർ ഡയറി ഒക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി കുറെ എന്തോ കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തോ ഒരു കൊത്താരി കമ്മീഷനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ. പിന്നെ ചില ഇയർ ടീച്ചർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഒരു സ്പെസിഫിക് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ. പിന്നെ ഇൻസ്പെക്ടർക്ക് പകരം സൂപ്പർവൈസർ, അത് ഞാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് പാരഗ്രാഫ് അല്ലെ. ഇൻസ്പെക്ടർക്ക് പകരം സൂപ്പർവൈസർ എന്നുള്ളത് ഏത് കമ്മിറ്റിയാണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. കൊത്താരി കമ്മീഷൻ ഉണ്ട്, അല്ലാതെ നമ്മൾ ആ ഓരോ ഇയറും നമ്മൾ പറഞ്ഞു. ബിഫോർ ഇൻഡിപെൻഡൻസിൽ വന്നു ഹാർട്ടോ കമ്മിറ്റി, അത് കഴിയുമ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നു, അത് നമുക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആയിരുന്നു. പിന്നെ കാരണം ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഇൻസ്പെക്ഷൻ എന്നുള്ള ഒരു മെത്തേഡ് ആയിരുന്നു അല്ലെ, പക്ഷെ അതോറിറ്റേറിയൻ ഓട്ടോക്രാറ്റിക് ആ ഒരു രീതിയിലുള്ളതായിരുന്നു. 19th സെഞ്ചുറിയിൽ അതായിരുന്നു യൂറോപ്യൻ കൺട്രീസിൽ. അപ്പൊ അവര് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവർ അത് തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. പിന്നെ ഒരു 64-66 കൊത്താരി ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കൊത്താരി കമ്മീഷൻ അല്ലെ, അത് വന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ സൂപ്പർവിഷൻ ആണ് വേണ്ടത് എന്ന ഏതൊരു കമ്മീഷനാണ് പറഞ്ഞത് എന്നതൊക്കെ ഒന്ന് നോക്കി വെച്ചു. നെക്സ്റ്റ് 7th യൂണിറ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതിനകത്ത് സൂപ്പർവിഷൻ ആണ് ശരിക്കും 3 ചാപ്റ്ററിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കണേ തോന്നുന്നു. ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഇതിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻപുട്സ് ആയിട്ട് എന്തായിരിക്കും ശരിക്കും കൊടുക്കുക നമ്മളൊന്ന് ആലോചിക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ആദ്യം എന്ത് വേണം? നമുക്ക് പ്ലാനിങ് വേണം. മീൻസ് അതിന് നമ്മൾ എന്ത് കൊടുക്കണം? അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബിൽഡിംഗ് വേണം, അതിൽ നിറയെ സാധനങ്ങൾ വേണം, ടീച്ചേഴ്സിനെ ഹയർ ചെയ്യണം. അപ്പൊ നമുക്കൊരു ഫിനാൻഷ്യൽ ബേസ് ഉണ്ടാവണ്ടേ? നമ്മുടെ കയ്യിൽ കാശ് വേണം. അതാണല്ലേ ഫിനാൻഷ്യൽ ബേസ്. എന്തോ അതായിരുന്നു എന്താ ഓർത്തെ. ഫിനാൻഷ്യൽ ഇത് വേണം. അപ്പൊ ഇൻപുട്ട് അതാണ്. പക്ഷെ ഔട്ട്പുട്ട് എന്താണ് ശരിക്കും? കുട്ടികളുടെ പെർഫോമൻസ്, അവരുടെ നോളജിന്റെ ലെവൽ, അവരുടെ സ്കിൽസ്, അവരുടെ ഗ്രോത്ത്, അതാണ് ഔട്ട്പുട്ട്സ്. അപ്പൊ നിങ്ങൾ അത് എപ്പോഴും വായിക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികളെ റിലേറ്റഡ് ആയിട്ട് ഒന്നും വരില്ല, ഔട്ട്പുട്ടിലാണ് എല്ലാം കുട്ടികളെ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ്, അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഗ്രോത്ത്, അവരുടെ സ്കിൽസ്, അവരുടെ നോളജ്.
ഔട്ട്പുട്ട് അതാണ്. പക്ഷെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പല കാര്യങ്ങളും കൊടുത്താലാണ് അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂ. ചാപ്റ്റർ ഞാൻ കാര്യമായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. ഒരു എഡ്യൂക്കേഷൻ ഇൻപുട്ട് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഒന്ന് പറഞ്ഞത് മാത്രം. പിന്നെ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ്, ഒരു ക്ലാസ് റൂമിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഫിസിക്കൽ ഡയമെൻഷൻ എന്തൊക്കെയായിരിക്കും? ഫർണിച്ചർ, ലൈറ്റ്സ്, ഫർണിച്ചർ. അതെ. അടുത്ത സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ള ലൈറ്റ്, ബാക്കി ഫർണിച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ആവശ്യമുള്ള സൗകര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തത്, അത് ഓർത്തിരിക്കാലോ. ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് റൂമിന്റെ സ്ട്രക്ചർ, ആ ക്ലാസ് റൂമിനെ ഒരു ക്ലാസ് റൂം ആക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. കാര്യമായിട്ട് പിന്നീട് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ്? ഒരു എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് സോഷ്യൽ എക്സലൻസ്, നാഷണൽ എക്സലൻസ്, അക്കാദമിക് എക്സലൻസ് അല്ലെ? ഇതിന് വേറെ പ്രത്യേകിച്ച് എന്തൊക്കെയോ അതിനകത്ത് വരുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം കുറേ സൗകര്യങ്ങൾ വേണം കുട്ടികൾക്ക് ആ എഡ്യൂക്കേഷൻ എന്നുള്ള സെറ്റിങ്സിൽ. അപ്പൊ അതില് ക്ലാസ് റൂമിന്റെ ക്വാളിറ്റി വേണം, പിന്നെ ലാബ് ഉള്ള ഒരു കോഴ്സ് ആണെങ്കിൽ ലാബിന്റെ ക്വാളിറ്റി, പിന്നെ ഓരോ ക്ലാസ്സിലേക്കും കുട്ടികളുടെ ഏജ്, ഒരു ഇപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ കുട്ടികൾ ഇങ്ങനെ തോറ്റു കിടക്കും. നമ്മൾക്ക് കുറച്ചു പേർക്ക് അത് അറിയായിരിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു 8ാം ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ക്ലാസ്സിന്റെ ഒരു ആംബിയൻസ്, ആ ഒരു ക്ലൈമറ്റിന് തന്നെ ഒരു വ്യത്യാസം വരൂല്ലേ? നമ്മളെക്കാൾ ഭയങ്കര പ്രായം കൂടിയവര് ആ ക്ലാസ്സിലുണ്ടെങ്കിൽ അതൊരു ഡിഫറൻസ് വരും. അപ്പൊ ഒരു ഫിസിക്കൽ മെഷേഴ്സ് എന്ന് പറയാം, എഡ്യൂക്കേഷൻ ക്വാളിറ്റിയുടെ ഫിസിക്കൽ മെഷേഴ്സ് അതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് KG സെഷനിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ മിക്ക സ്കൂളുകാരും ആ ഒരു ഏജ്, ഇത്ര ഏജിലുള്ള കുട്ടികൾ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല മെഷേഴ്സും, ഒരു ക്ലാസ് റൂമിന്റെ മെഷേഴ്സ് എല്ലാം, ഫിസിക്കൽ മെഷേഴ്സ് എഡ്യൂക്കേഷൻ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രയൊക്കെ ഉള്ളൂ ശരിക്കും. ആ ഒരു ഞാൻ എടുത്ത 3 നിന്നൊക്കെ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങള്. പിന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. മോക്ക് ടെസ്റ്റിലെ ഒരു ക്വസ്റ്റ്യനും കൺഫ്യൂഷൻ ആക്കി വിടരുത്. അത് നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. 5th മോഡ്യൂള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വായിച്ചു പോകാനുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഇതിനകത്ത് കാര്യമായിട്ട് പറയാനില്ല. അത് അടുത്ത സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് അതിന് റിവിഷൻ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ടീച്ചർ എങ്ങാനും നാളെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വേണമെങ്കിൽ എടുത്തു തരും. അതില് നമ്മള് പറഞ്ഞല്ലോ, ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവന്റെ ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് അവന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്. പിന്നെ സ്കൂളിലേക്ക് വരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അത് വരുന്നുണ്ട്. ഒരു സ്കൂൾ എന്ന് പറഞ്ഞ അത് എന്താ പറയാ, ഫാമിലിയാണ് പ്രൈമറി റോൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. അപ്പൊ സ്കൂള് സെക്കൻഡറി ആണ് ശരിക്കും. നമ്മൾ മറിയം മോണ്ടിസോറി പറഞ്ഞു, ഒരു സെക്കൻഡറി ലൈഫാണ് സ്കൂളിലെ എൻവയോൺമെന്റ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇവിടെ നിന്നും കുറെ വാല്യൂസ് കിട്ടുന്നു, സ്കൂളിൽ നിന്ന് വാല്യൂസ് കിട്ടും. പലപ്പോഴും ടീച്ചേഴ്സ് മീറ്റിംഗിൽ പറയും കുട്ടികൾ ബാഡ് വേർഡ്സ് പറയുന്നു, സ്കൂളിൽ നിന്നല്ല വീട്ടിൽ നിന്നാവും, അങ്ങനെയുള്ള രീതിയിൽ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറയും, പാരന്റ്സ് ഒരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകരുത്, നിങ്ങൾ അത് ശ്രദ്ധിക്കണം, കുട്ടി അത് ശ്രദ്ധിക്കും, കുട്ടി അത് ക്യാപ്ചർ ചെയ്യും, കുട്ടി ആ വാക്കുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മീറ്റിംഗ്സ് ഒക്കെ വയ്ക്കുമ്പോൾ ഞാൻ സ്കൂളുകളിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാത്തിന്റെ ഉദ്ദേശം സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഇത് ഡൗട്ട് ഉണ്ടോ സെക്കൻഡ് സബ്ജക്ട്? നോ മാം, അതിന് ബുദ്ധിമുട്ടില്ല. മൊഡ്യൂൾ വായിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ടതില്ല. അവിടെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്, പിന്നെ സ്കൂളിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ, മീൻസ് ആ ഒരു സബ്ജക്ട് അറിയാത്ത ഒരാൾ വായിച്ചു നോക്കിയാലും അതിന്റെ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വരുന്നത്. അപ്പൊ ആദ്യത്തിലാണ് നമുക്ക് കുറെ മാനേജ്മെന്റ്, ഒരു MPA ആ ഒരു സ്റ്റാൻഡേർഡിലൊക്കെ വന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടത്. നമുക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലുള്ള കാര്യം അറിഞ്ഞാൽ മതിയായിരുന്നു. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് അറിയാവുന്ന കുറെ ഏരിയാസ് ആണ്. ടീച്ചറുണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്, പിന്നെ സ്റ്റുഡൻസും നോൺ ടീച്ചിങ് സ്റ്റാഫും ടീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ആ ഒരു അക്കാദമിക് ഇയറിൽ വരുന്ന കുറെ ആക്ടിവിറ്റീസ്, അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ടീച്ചർക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലുള്ള കാര്യങ്ങളായിരുന്നു. ഈവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോഴും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, സെക്കൻഡ് വൺ എനിക്ക് കിട്ടിയിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല. മീൻസ് നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ഓക്കെ, സോ ഡൗട്ട് വെച്ചിട്ട് ആ ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ഉണ്ടോ? അല്ല അതെന്താണെന്ന് ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ഏതായിരുന്നു? കേട്ടാൽ ഓർമ്മ പെട്ടെന്ന് പിടികിട്ടുന്നില്ല. അത് ആക്ച്വലി ഇതിന്റെ ഫോർത്ത് യൂണിറ്റ് ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് മനസ്സിലായി. ടീച്ചേഴ്സ് ഡെവലപ്മെന്റ് അല്ലേ? എന്തായാലും ഞാൻ ഇതൊക്കെ ഒരു അഴിച്ചുപണി നടത്തുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം സിമ്പിൾ ആയിട്ട് കണ്ടന്റിനെ ഒന്ന് ക്വാളിറ്റി കുറയാതെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നല്ല ടൈം എടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ അത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വന്നത് നമ്മൾ കുട്ടികൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, സ്കിൽസ് അവരെ മോട്ടിവേറ്റ് ചെയ്യണം, ഗോളിലേക്ക് സെറ്റ് ചെയ്യണം, അങ്ങനത്തെ രീതിയിൽ അതൊക്കെയാണ്. ആ ഒരു പ്ലാനിങ് ഓർഗനൈസിങ് ടാസ്ക് ഒക്കെ എടുക്കുമ്പോൾ ആ ഗോള് സെറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള അത് വരുന്നില്ല കേട്ടോ. ഓക്കെ, അത് മതി മാം. എക്സാമിനില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്സിന്റെ അവിടെ എത്തിയപ്പോ തന്നെ നിർത്തി. കാരണം അതിലേക്ക് പിന്നെ ഞാൻ കൂടുതൽ പോയിട്ടില്ല. ആ ക്രിട്ടിക്സ് നമ്മള് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്കിതൊരു റെഫറൻസ് ആക്കി വെക്കാം. റെഫറൻസ് ആക്കി വെച്ചിട്ട് നമുക്ക് ഈ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വർക്ക്ഔട്ട് ആവുന്ന ഏരിയ ആണെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ എടുക്കാം. അത് പക്ഷെ നമുക്ക് അതുപോലൊരു റോൾ ആ സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കിട്ടുവാണെങ്കിലേ അത് നടക്കൂ. പിന്നെ ഒരു വിഷൻ ഉണ്ടായിരുന്നല്ലോ, ഡിസ്റ്റന്റ് വിഷൻ, ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീമിങ്. അത് വിഷൻ, ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്ന ഡ്രീം ഓർ ഇമാജിനേഷൻ. അങ്ങനെ ദൂരേക്ക് നമ്മളൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറെ കാലം കഴിയുമ്പോൾ എനിക്ക് അത് അച്ചീവ് ചെയ്യണം, ആ ഒരു രീതിയിൽ. ഡിസ്റ്റന്റ് വിഷൻ അതാണ്. നിയർ ബൈ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ അക്കാദമിക് ഇയറിൽ അല്ലെങ്കിൽ ആ ഒരു 2 months ഗ്യാപ്പിൽ, ഇപ്പൊ ആ ഇയറിലെ സ്പോർട്സിന് ഇന്റർ കോളേജിയറ്റ് എന്തെങ്കിലും മത്സരമാണെങ്കിൽ നമ്മളുടെ ആ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ നിയർ ബൈ വിഷനാണ്. അത് ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ എനിക്ക് കുട്ടികൾ 10th പുതിയ സ്കൂളാണെങ്കിൽ 2 വർഷം കഴിയുമ്പോഴാണ് ഫസ്റ്റ് ബാച്ച് കുട്ടികൾ ബോർഡ് എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്നതെങ്കിൽ ആ ഒരു 2 വർഷം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു A+, ഇത്രയും കുട്ടികൾക്ക് A+ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകൾ, അതൊക്കെ ഒരു ഡിസ്റ്റന്റ് വിഷനാണ്. പക്ഷെ ഇനി ഇത്രയും വർഷം കാത്തിരിക്കണം, അങ്ങനെയുള്ളതാണത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ നാളെയല്ലേ എക്സാം? നാളെ മറ്റന്നാളും ആണോ? അതോ പൊതുവെ കുട്ടികൾക്ക് ഒരു 95 എബോവ് ആണ് ഈ PGയുടെ മാർക്സ് കിട്ടാറ്, മറ്റതിനെ പോലെയല്ല.
മറ്റെന്ന് പറഞ്ഞാൽ ഇച്ചിരി വൈഡ് ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് കുറെ കാര്യങ്ങൾ ചിന്തിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് പോകും. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പറയുമ്പോഴേക്കും ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇച്ചിരി വൈഡ് ആയിട്ട് പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാ, വേറെ കൂടുതൽ എക്സ്ട്രാ ഒന്നും വരുന്നില്ല. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. കാണാം. 5 വേണമെങ്കിൽ ഒന്ന് പറയൂ, ഞാൻ ടീച്ചറോട് പറയാം. മോഡ്യൂൾ 5 ഇതൻ. Thank you, ma'am, for your valuable time. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഡു വെൽ. Thank you, ഓക്കെ ma'am. മാം. കോൺവെക്കേഷൻ വരുമ്പോ കാണാം മാം. ഇന്ന് 9 അല്ലേ? എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ കൺഫേം അല്ല കേട്ടോ. സെക്കൻഡ് സാറ്റർഡേസിലാണ് നടത്താൻ താല്പര്യം. ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടില്ല. വന്ന കുട്ടികളും അതുപോലെ തന്നെ അവരുടെ കൂടെ വന്ന അക്കോമ്പനേറ്റ് ചെയ്ത് വന്ന ഫാമിലി എല്ലാം ഒരു കാര്യം പറഞ്ഞു. പാർക്കിംഗ് ഫെസിലിറ്റിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ ആ ബിൽഡിങ്ങിലെ മറ്റു ഓഫീസുകളൊന്നും വർക്കിംഗ് അല്ല. അപ്പൊ പാർക്കിംഗ് കുറച്ചുകൂടെ ഏരിയ കിട്ടും. അതുകൊണ്ട് സെക്കൻഡ് സാറ്റർഡേസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ജനുവരിയിലെ സെക്കൻഡ് സാറ്റർഡേ ഉണ്ടായിരിക്കില്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇതുവരെ ഡേറ്റ് കൺഫേം ആക്കിയില്ല. കാരണം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ പ്രാക്ടിക്കൽ സെഷനും നമ്മൾ സാറ്റർഡേ ആണല്ലോ വെക്കുന്നത്. അപ്പൊ അതിന്റെ ഡേറ്റ്സ് ഓരോ ബാച്ചിനും എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോ മാം ഇങ്ങനെ സെക്കൻഡ് സാറ്റർഡേ നമ്മൾ കോൺവെക്കേഷൻ ആയിരിക്കാം എന്ന് പറഞ്ഞു. കുട്ടികൾ കൂടുതൽ വരുന്നത് MTയുടെ കോൺവെക്കേഷൻ ആണ്. MTയുടെ നെക്സ്റ്റ് സാറ്റർഡേ HHRMന്റെ ഉണ്ട്. അതിൽ കുട്ടികൾ കുറവ്, പിന്നെ പ്രശ്നമില്ല. പക്ഷെ MTയുടെ വരുമ്പം കുട്ടികളും ഫാമിലി മെമ്പേഴ്സും കൂടുതൽ വരും. നമുക്ക് അവരുടെ വണ്ടിയിൽ വരുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെ അക്കമ്പനി ചെയ്യാനുമുള്ള കാര്യങ്ങളെല്ലാം വരും. MT9 ബാച്ച് മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ട് ബാച്ച്? ഇല്ല, നിങ്ങളുടെ മാത്രമേ ഉള്ളൂ. 10ഉം 11ഉം ആയിട്ടാണ് കമ്പൈൻഡ് ഇപ്പൊ എക്സാം നടക്കുന്നത്. അവർക്ക് ഇനി ജനുവരി പകുതി ആകുമ്പോഴാണ് PGയുടെ എക്സാം. അവരുടെ അതും കൂടെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. നിങ്ങളുടെ മാത്രമേ ഉള്ളൂ. 8ന്റെ കഴിഞ്ഞുള്ളൂ. Thank you, ma'am. Then. ഓക്കെ മാം. താങ്ക് യു. അപ്പൊ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി ഒരു പ്ലാറ്റ്ഫോമിൽ Merry കാണില്ലേ? Christmas in advance, ma'am. ഓക്കെ മാം. വെരി ഗുഡ്. ഹാപ്പി ന്യൂ ഇയർ മാം.